ഇത് വെറുമൊരു കഥയല്ല, ജീവിതമാണ്. ലോകം കണ്ട ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യന്റെ ജീവിതം. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന വൈദ്യുതി കണ്ടെത്തിയ മനുഷ്യൻ. ആദ്യമായി റേഡിയോയും റഡാറും റിമോട്ട് കൺട്രോളും നിർമ്മിച്ച മനുഷ്യൻ. 1898 ന്യൂയോർക്ക് നഗരത്തിൽ സ്വന്തമായി ഭൂമികുലുക്കം ഉണ്ടാക്കിയ മനുഷ്യൻ. വസ്തുക്കളെ അപ്രത്യക്ഷമാക്കിയ മാന്ത്രിക മനുഷ്യൻ. അന്യഗ്രഹ ജീവികളുമായി സംഭാഷണത്തിൽ ഏർപ്പെട്ട മനുഷ്യൻ. ഇടിമിന്നൽ ഉണ്ടാക്കിയ മനുഷ്യൻ. എഡിസൺ എന്ന ശാസ്ത്രജ്ഞൻ വേട്ടയാടി നശിപ്പിച്ച മനുഷ്യൻ. ഉറ്റ സുഹൃത്തിന്റെ ഭാര്യയെ പ്രണയിച്ചവൻ. ഒടുവിലെല്ലാം ജനങ്ങൾക്ക് വിട്ടുകൊടുത്ത് പട്ടിണി കിടന്ന് നരകിച്ച് മരണമടഞ്ഞ മനുഷ്യൻ. അതെ, ഇത് നിക്കോളാസ് ടെസ്ല എന്ന അതിബുദ്ധിമാനായ മനുഷ്യന്റെ ജീവിതകഥയാണ്. എ സ്റ്റോറി ഓഫ് ദ വൺ ആൻഡ് ഓൺലി നിക്കോള ടെസ്ല. 1943 ജനുവരി മാസം 7-ാം തീയതി അമേരിക്കയിലെ ന്യൂയോർക്കർ ഹോട്ടൽ. പതിവ് പോലെ തന്നെ ആ ഹോട്ടലിലെ ജീവനക്കാരി ഓരോ മുറികളിലും കയറിയിറങ്ങി ക്ലീൻ ചെയ്യുകയായിരുന്നു. അവസാനം അവർ ആ മുറിയിലുമെത്തി. റൂം നമ്പർ 3327. ഇന്നലത്തേതുപോലെ തന്നെ ആ മുറിയുടെ മുൻപിൽ ഡോണ്ട് ഡിസ്റ്റർബ് എന്നൊരു ബോർഡ് കെട്ടിത്തൂക്കിയിട്ടുണ്ട്. ഇന്നലെയും ഈ ബോർഡ് അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവർ ക്ലീൻ ചെയ്തില്ല. പക്ഷേ ഈ ദിവസം അതുപോലെ വിടാൻ അവർക്ക് തോന്നിയില്ല. അതുകൊണ്ട് കയ്യിലുള്ള താക്കോൽ ഉപയോഗിച്ച് അവർ ആ മുറി തുറന്നു. എല്ലാ ദിവസവും അവർ തന്നെയാണ് ഈ മുറി ശുദ്ധീകരിക്കുന്നത്. പക്ഷേ ഇത്തവണ ആ മുറിയിൽ കയറിയപ്പോൾ അവിടെ വല്ലാത്തൊരു ഗന്ധം. ഇതിനു മുൻപ് അവർക്ക് ആ ഗന്ധം ശ്വസിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ അത് തീർച്ചയായും ഈ മുറിയിലല്ല. കഴിഞ്ഞ 9 കൊല്ലമായി തുടർച്ചയായി ആ മുറിയിൽ താമസിക്കുന്ന ആ വൃദ്ധനായ മനുഷ്യനെ അവരവിടെ എല്ലാം പരതി. അവരുടെ കണ്ണുകൾ ആ മനുഷ്യനെ പരതുന്ന സമയം അവരുടെ മനസ്സ് ആ ഗന്ധം എവിടെയാണ് ഇതിനു മുമ്പ് അവർ കണ്ടെത്തിയതെന്ന് പരതുകയായിരുന്നു. അവരുടെ കണ്ണും മനസ്സും ഒരുപോലെ തന്നെ ഉത്തരത്തിനു വേണ്ടി സഞ്ചരിച്ചു. ഒരേ സമയം തന്നെ അവർക്ക് 2 ഉത്തരങ്ങളും കിട്ടി. അവരുടെ കണ്ണുകൾ തെരഞ്ഞുകൊണ്ടിരുന്ന ആ മെല്ലിച്ച മനുഷ്യൻ ഇപ്പോൾ അവരുടെ മുൻപിൽ കിടക്കുകയാണ്. അതേസമയം തന്നെ അവർ ആ ഗന്ധത്തെ തിരിച്ചറിഞ്ഞു. അത് അവരുടെ പിതാവ് മരിച്ചപ്പോൾ ഉണ്ടായ അതേ ഗന്ധം തന്നെയാണ്, മരണത്തിന്റെ ഗന്ധം. 86 വയസ്സായ ആ അത്ഭുത മനുഷ്യൻ മരണമടഞ്ഞിരിക്കുന്നു. ഭൂമിയിൽ ഇന്നേ വരെ ജനിച്ച മനുഷ്യരിൽ വെച്ച് ഏറ്റവും ബുദ്ധിമാനായ വ്യക്തി. മനുഷ്യകുലത്തിന് ഇന്നേ വരെ ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ അത്ഭുത മനുഷ്യൻ. ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും ധനികനായ വ്യക്തിയായിരുന്നു ഇദ്ദേഹം. ഇപ്പോൾ മരിച്ചു കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു നാണയം പോലുമില്ല. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന വൈദ്യുതി, ഓൾട്ടർനേറ്റിംഗ് കറന്റ് ഉണ്ടാകാനുള്ള പ്രധാന കാരണക്കാരൻ. ഇന്നത്തെ ലോകം ഈ രീതിയിൽ വികസിക്കാനുണ്ടായ കാരണം ഇദ്ദേഹമാണ്. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന റിമോട്ട് കൺട്രോൾ, ഒരു കാലത്ത് ഉപയോഗിച്ചിരുന്ന റേഡിയോ, വയർലെസ് കമ്മ്യൂണിക്കേഷൻ, മൊബൈൽ ഫോൺ, എല്ലാത്തിന്റെയും തുടക്കക്കാരൻ ഇദ്ദേഹമാണ്. അദ്ദേഹത്തിനോടുള്ള ആദര സൂചകമായി ലോകത്തിൽ ഇന്ന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ഇലക്ട്രിക് വാഹനത്തിന് ഇദ്ദേഹത്തിന്റെ പേരാണ് നൽകിയിരിക്കുന്നത്. പണത്തിന് പിന്നാലെ പോകാതെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ച ചുരുക്കം ചിലരിൽ ഒരാൾ. ശാസ്ത്രം പഠിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിയും കേട്ടിട്ടുള്ള നാമമാണ് അദ്ദേഹത്തിൻ്റെത്. തീർച്ചയായും അദ്ദേഹത്തെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത അനേകം ആളുകൾ ഈ ഭൂമിയിലുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ സേവനങ്ങൾ ഉപയോഗിക്കാത്ത ഒരു മനുഷ്യനെ പോലും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഹി ഈസ് ദ വൺ ആൻഡ് ഓൺലി നിക്കോള ടെസ്ല, ദ ഗോഡ് ഓഫ് ഇലക്ട്രിസിറ്റി, വൈദ്യുതിയുടെ ഉടയതമ്പുരാൻ. അദ്ദേഹം ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ നമുക്കൊരു ഉത്തരം പറയാൻ സാധിക്കും. അദ്ദേഹം ഗ്രീക്ക് മിത്തോളജിയിലെ പ്രോമത്യൂസ് എന്ന കഥാപാത്രമായിരുന്നു. സ്വർഗത്തിൽ നിന്നും ഭൂമിയിലെ മനുഷ്യന് അഗ്നി കൊണ്ടുവന്ന വ്യക്തിയാണ് പ്രോമത്യൂസ് എന്ന കഥാപാത്രം. തീ കിട്ടിയതോടുകൂടി ഭൂമിയിലെ മനുഷ്യന്റെ ജീവിതം കൂടുതൽ സുഖകരമായി. എന്നാൽ അങ്ങനെ തീ കൊണ്ടുവന്നത് ദൈവം അറിഞ്ഞിരുന്നില്ല. ദൈവം അറിയാതെ അങ്ങനെ തീ ഭൂമിയിലേക്ക് കൊണ്ടുവന്നതിന് ദൈവം പ്രോമത്യൂസിനെ ശിക്ഷിക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തെ ചങ്ങല ഉപയോഗിച്ച് ഒരു കല്ലിൽ ബന്ധിച്ചു. ഓരോ ദിവസവും അദ്ദേഹത്തിന്റെ കരള് കഴുകന്മാർക്ക് തിന്നാൻ നൽകി. അതുതന്നെയാണ് നിക്കോള ടെസ്ലയ്ക്കും സംഭവിച്ചത്. മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം ജീവിച്ച ആ പാവ മനുഷ്യൻ ഓരോ ദിവസവും ഇഞ്ചിഞ്ചായി മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. 1856 ജൂലൈ മാസം 10-ാം തീയതി ക്രൊയേഷ്യയിലാണ് അദ്ദേഹം ജനിച്ചത്. അതിബുദ്ധിശാലിയായിരുന്നു അദ്ദേഹത്തിന്റെ മാതാവ്. ജീവിതത്തിൽ ഒരു തവണ കേട്ട കാര്യം ഒരു കാലത്തും അവർ മറക്കില്ലായിരുന്നു. പ്രസിദ്ധമായ പ്രാചീന സെർബിയൻ പദ്യങ്ങൾ എല്ലാം തന്നെ അവർക്ക് മനഃപ്പാടമായിരുന്നു.
ലോകത്തിലുള്ള എല്ലാ വസ്തുതകളും മനസ്സിൽ സൂക്ഷിക്കാൻ കഴിയുമെന്ന്, എക്കാലത്തേക്കും സൂക്ഷിക്കാൻ കഴിയുമെന്ന് അവർ അവരുടെ മകന് പറഞ്ഞു കൊടുത്തു. അമ്മയുടെ പരിശീലനത്താൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ 8 ഭാഷകൾ നിക്കോള ടെസ്ല മനഃപ്പാഠമാക്കുകയുണ്ടായി. പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായി മാറിയത് 5-ാമത്തെ വയസ്സിൽ അദ്ദേഹം സാക്ഷ്യം വഹിച്ച ഒരു മരണമായിരുന്നു. സ്വന്തം ജ്യേഷ്ഠൻ കൺമുൻപിൽ പെടഞ്ഞു മരിക്കുന്നത് കാണേണ്ടി വന്നു ആ കൊച്ചു പയ്യന്. പക്ഷേ അത് അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുകയായിരുന്നു. അന്നുവരെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത പ്രകാശങ്ങൾ അദ്ദേഹം കാണാൻ തുടങ്ങി. വിചിത്രമായ പ്രകാശങ്ങൾ, കണ്ണടച്ചാലും കണ്ണ് തുറന്നാലും വിചിത്രമായ കാഴ്ചകൾ മാത്രം. ആ പ്രകാശവലയങ്ങൾ കൺമുൻപിൽ പല രൂപങ്ങളായി മാറി മറിയുന്നു. യാഥാർത്ഥ്യം എന്താണ്, സ്വപ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത അവസ്ഥ. അധികം വൈകാതെ തന്നെ ആ ബാലൻ ഒരു കാര്യം മനസ്സിലാക്കുകയായിരുന്നു. ഈ പ്രകാശങ്ങൾ അദ്ദേഹത്തിന്റെ വഴി തെറ്റിക്കാൻ വേണ്ടിയുള്ളതല്ല, നേരായ വഴി കാണിച്ചു തരാൻ വേണ്ടിയുള്ളതാണ്. ആ വഴിയെ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മാത്രമല്ല, ഈ ഭൂമിക്ക് തന്നെ വലിയ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന്. പിന്നീട് ഒരിക്കലും കണക്ക് കൂട്ടാൻ അദ്ദേഹത്തിന് ഒരു പേനയുടെ സഹായം വേണ്ടി വന്നിരുന്നില്ല. ലോകത്തെ ഞെട്ടിച്ച അദ്ദേഹത്തിന്റെ ഒരു ഡിസൈനുകൾക്കും അദ്ദേഹത്തിന് പേനയുടെ സഹായം വേണ്ടി വന്നിരുന്നില്ല. അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ എല്ലാം തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിലാണുണ്ടായത്. പരീക്ഷണങ്ങളും കണ്ടെത്തലും എല്ലാം അദ്ദേഹത്തിന്റെ മനസ്സിൽ നടന്നു. ആ പ്രകാശത്തിന്റെ സഹായത്താൽ ആ പ്രകാശം പല രൂപത്തിലുള്ള വസ്തുക്കളായി മാറുകയായിരുന്നു. അദ്ദേഹം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന മോട്ടോറാണെങ്കിലും ജനറേറ്റർ ആണെങ്കിലും എല്ലാം അദ്ദേഹത്തിന്റെ മനസ്സിൽ തന്നെ രൂപം കൊണ്ടതിനെ അതേപടി തന്നെ അദ്ദേഹം ഒരു മെഷീനാക്കി മാറ്റുകയായിരുന്നു. ലോകത്തെ മറ്റ് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം അദ്ദേഹം അതിന്റെ ഡിസൈനുകൾ പേപ്പറുകളിൽ വരച്ചു. ആ കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന് കോളറ എന്ന മാരകമായ അസുഖമുണ്ടായത്. ജീവൻ തിരികെ കിട്ടത്തില്ല എന്ന് തന്നെ ഡോക്ടർമാർ വിധിയെഴുതി. പക്ഷേ അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തിന്റെ ആരാധനാമൂർത്തിയായ യേശുക്രിസ്തുവിനോട് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. എന്റെ മകനെ തിരികെ എനിക്ക് തന്നെ നൽകുകയാണെങ്കിൽ അവനെ ഞാനൊരു വൈദികനാക്കാം. പക്ഷേ മരണശയ്യയിൽ കിടന്ന നിക്കോള ടെസ്ല എന്ന ബാലൻ പറഞ്ഞു, അച്ഛാ, എനിക്ക് വൈദികനാകണ്ട, എനിക്കൊരു എഞ്ചിനീയർ ആയാൽ മതി. ഞാൻ മരിക്കില്ല, അതെനിക്ക് 100% ഉറപ്പാണ്. പക്ഷെ എനിക്ക് വൈദികനാകണ്ട, എനിക്കൊരു എഞ്ചിനീയർ ആയാൽ മതി. മനുഷ്യന്റെ ജീവിതം കൂടുതൽ സുഖകരമാക്കാൻ സാധിക്കുന്ന ഒരു നല്ല എഞ്ചിനീയർ ആയാൽ മതി എനിക്ക്. മകന്റെ ആഗ്രഹത്തിന് മുൻപിൽ ആ പിതാവ് കീഴടങ്ങുകയായിരുന്നു. അദ്ദേഹം അദ്ദേഹത്തിന്റെ ആരാധനാമൂർത്തിയോട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, അവൻ എഞ്ചിനീയർ ആകട്ടെ. അവൻ അവന്റെ പിതാവിന് നൽകിയ വാക്ക് പാലിച്ചു. അവന്റെ അസുഖം മാറി. ഒപ്പം പഠനത്തിൽ മിടുക്കനായി വളർന്നു. മികച്ച മാർക്കോടുകൂടി ഗ്രേഡ് സ്കൂളിൽ നിന്നും അദ്ദേഹം പാസ്സായി. ശേഷം പാരീസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും എഞ്ചിനീയറിംഗ് ബിരുദം നേടി ഇലക്ട്രിക്കൽ എഞ്ചിനീയറായി. അതിനുശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്കുള്ള എഡിസന്റെ വരവ്. എഡിസന്റെ മാത്രമല്ല, എഡിസന്റെ കമ്പനിയായ കോണ്ടിനെന്റൽ കമ്പനിയുടെ വരവ്. വർഷം 1882. കോണ്ടിനെന്റൽ കമ്പനി ആ കാലത്ത് പണിതുകൊണ്ടിരുന്ന ഒരു പവർ സ്റ്റേഷനുണ്ട്, സ്ട്രോസ്ബർഗ് റെയിൽവേ സ്റ്റേഷനിലെ പവർ പ്ലാന്റ്. കോണ്ടിനെന്റൽ കമ്പനിയിലുള്ള എല്ലാ ശാസ്ത്രജ്ഞന്മാരും എല്ലാ എഞ്ചിനീയേഴ്സും ആവുന്നത്ര പ്രയത്നിച്ചിട്ടും അതിന് കൃത്യമായ ഒരു ഡിസൈൻ രൂപകൽപ്പന ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല. അവരുടെ നിലവിലുള്ള ഡിസൈനിൽ എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന വ്യക്തിക്ക് $25,000 നൽകാമെന്ന് അവർ വാഗ്ദാനം ചെയ്തു. ഈ ഘട്ടത്തിലാണ് നിക്കോള ടെസ്ല കോണ്ടിനെന്റൽ കമ്പനിയിൽ എത്തുന്നത്. അദ്ദേഹം കൃത്യമായി തന്നെ ആ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കുക മാത്രമല്ല, അത് അദ്ദേഹം പരിഹരിക്കുകയും ചെയ്തു. അങ്ങനെ 1884 ആ ഒരു പവർ പ്ലാന്റ് കൃത്യമായി പ്രവർത്തിക്കാൻ തുടങ്ങി. പക്ഷേ അവർ വാഗ്ദാനം ചെയ്ത $25,000 അതവർ കൊടുക്കുകയുണ്ടായില്ല. നിക്കോള ടെസ്ല ചോദിച്ചു, എനിക്ക് അർഹതപ്പെട്ടതല്ലേ, എനിക്കത് തന്നുകൂടെ? അപ്പോൾ അവർ കളിയാക്കുകയായിരുന്നു. അത് ഒരു അമേരിക്കൻ കോമഡിയാണ്. ആ കോമഡി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ പോയത് ഞങ്ങളുടെ കുറ്റമല്ല. $25,000 വെറും ഒരു എഞ്ചിനീയറിന് നൽകാൻ ഞങ്ങൾ അത്ര മണ്ടന്മാരല്ല. ടെസ്ലയ്ക്ക് മറ്റൊന്നും ചിന്തിക്കാൻ ഉണ്ടായിരുന്നില്ല. അടുത്ത നിമിഷം തന്നെ അദ്ദേഹം അവിടുത്തെ ജോലി റിസൈൻ ചെയ്തു. അദ്ദേഹം ഒരു സെർബിയക്കാരനാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അദ്ദേഹം സോവിയറ്റ് യൂണിയന്റെ ഭാഗമായി മാറേണ്ട ആളാണ്. അവിടുത്തെ ഒരു ശാസ്ത്രജ്ഞനായി വളരേണ്ട വ്യക്തിയായിരുന്നു. സോവിയറ്റ് യൂണിയനിൽ തന്നെ ചേർന്ന് പ്രവർത്തിക്കാനായിരുന്നു അദ്ദേഹത്തിന് താല്പര്യം. പക്ഷേ അത് നടക്കുകയുണ്ടായില്ല. അതിന് കാരണക്കാരനായത് കോണ്ടിനെന്റൽ കമ്പനിയിൽ തന്നെയുള്ള ചാൾസ് ബാച്ച്ലർ എന്ന വ്യക്തിയായിരുന്നു. ചാൾസ് ടെസ്ലയോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, ഞാൻ ജീവിതത്തിൽ 2 ജീനിയസിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ.
അതിൽ ഒന്ന് തോമസ് ആൽവ എഡിസൺ ആണ്. രണ്ടാമത്തെ വ്യക്തി എൻ്റെ മുൻപിൽ നിൽക്കുന്ന നിക്കോള ടെസ്ലയാണ്. അത്രയും മികച്ച വാക്കുകൾ ഇതിനു മുമ്പ് ആരിൽ നിന്നും ടെസ്ലയ്ക്ക് കേൾക്കാൻ സാധിച്ചിരുന്നില്ല. എഡിസൺ എന്ന് പറയുന്നത് ഒരു വൻ മരമാണ്. ലോകം മുഴുവൻ ആരാധിക്കുന്ന, എന്തിന് ടെസ്ല വരെ ആരാധിക്കുന്ന ഒരു വലിയ വൃക്ഷമാണ്. ചാൾസ് ബാച്ച്ലർ ടെസ്ലയ്ക്ക് ഒരു വാഗ്ദാനവും കൊടുത്തു. താങ്കൾ കോണ്ടിനെന്റൽ കമ്പനിയുടെ ഭാഗമാവുകയാണെങ്കിൽ താങ്കളെ ഞാൻ ചീഫ് എഞ്ചിനീയർ ആക്കാം. അന്ന് ടെസ്ലയുടെ പ്രായം 28 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ചെറിയ പ്രായത്തിൽ തന്നെ ചീഫ് എഞ്ചിനീയർ ആവുക, അതും എഡിസന്റെ സാക്ഷാൽ കോണ്ടിനെന്റൽ കമ്പനിയിൽ തന്നെ. നിക്കോള ടെസ്ല സോവിയറ്റ് യൂണിയൻ എന്ന തന്റെ ലക്ഷ്യം അവിടെ വെച്ച് അവസാനിപ്പിക്കുകയായിരുന്നു. തന്റെ കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യം എല്ലാം ചെലവഴിച്ചാണ് അദ്ദേഹം അമേരിക്കയിലെത്തിയത്, കോണ്ടിനെന്റൽ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ, അവിടുത്തെ ചീഫ് എഞ്ചിനീയർ ആകാൻ. പക്ഷേ താൻ ചെന്ന് കയറാൻ പോകുന്നത് എഡിസൺ എന്ന തന്ത്രശാലിയായ ഒരു കുറുക്കന്റെ മടയിലേക്കാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിരുന്നില്ല. ടെസ്ല ന്യൂജേഴ്സിയിലെ മിഡിൽ സെക്സ് കൗണ്ടിയിലുള്ള എഡിസന്റെ സ്ഥാപനത്തിലേക്ക് യാത്ര തുടർന്നു. ചാൾസ് ബാച്ച്ലറിന്റെ വാക്കു വിശ്വസിച്ച് എല്ലാം വിറ്റുപെറുക്കി അമേരിക്കയിലേക്ക് വണ്ടി കയറിയതാണ് ടെസ്ല. അവിടെ ചീഫ് എഞ്ചിനീയർ ആക്കാമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാഗ്ദാനം. പക്ഷേ ഒരു ചതിയായിരുന്നു അത്. ഒരു ചീഫ് എഞ്ചിനീയർ ആയിട്ടല്ല, മറിച്ച് വെറും ഒരു ടെക്നീഷ്യനായിട്ടാണ് തന്നെ അവിടെ നിയമിക്കുന്നതെന്ന് അദ്ദേഹത്തിന് അറിയാൻ സാധിച്ചിരുന്നില്ല. എഡിസൺ തന്നെയാണ് അത് വെളിപ്പെടുത്തിയത്. വെറും ഒരു ടെക്നീഷ്യനായിട്ട് മാത്രമാണ് നിയമനം. ഇവിടെയുള്ള DC മോട്ടറുകളും ജനറേറ്ററുകളും ശരിയാക്കുക. ടെസ്ല അപ്പോൾ തന്നെ പ്രതികരിക്കുകയുണ്ടായി. തന്നെ ഇവിടെ നിയമിച്ചിരിക്കുന്നത് ചീഫ് എഞ്ചിനീയർ ആയിട്ട് തന്നെയാണ്. അങ്ങനെയാണ് ചാൾസ് ബാച്ച്ലർ തന്നോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എഡിസന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: ചാൾസ് ബാച്ച്ലർ എന്താണ് പറഞ്ഞതെന്ന് എനിക്ക് കേൾക്കണ്ട. തനിക്ക് ചീഫ് എഞ്ചിനീയർ ആകണമെങ്കിൽ താൻ തൻ്റെ കഴിവ് തെളിയിക്കണം. അതിന് കഴിവുള്ള ഒരു എഞ്ചിനീയർ ആണെന്ന് താൻ പ്രൂവ് ചെയ്യണം. അങ്ങനെ ചെയ്താൽ മാത്രമേ തനിക്ക് ആ ഒരു പൊസിഷനിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. ഒന്നുകിൽ ഈ ജോലി ചെയ്യുക, അല്ലെങ്കിൽ തിരികെ നാട്ടിലേക്ക് തന്നെ പോവുക. നാട്ടിലേക്ക് പോകാൻ മടക്ക ടിക്കറ്റിനുള്ള പണം പോലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് മുമ്പിൽ 2 വഴികൾ മാത്രമാണ്. ഒന്നെങ്കിൽ ഈ ഒരു ജോലിയിൽ തുടരുക, വെറും ഒരു ടെക്നീഷ്യനായി തന്നെ, അല്ലെങ്കിൽ തെരുവിൽ ഭിക്ഷയെടുത്ത് ജീവിക്കുക. ആദ്യ വഴിയാണ് ടെസ്ല തിരഞ്ഞെടുത്തത്. ടെക്നീഷ്യനായി തന്നെ ജോലി തുടങ്ങുക, പിന്നീട് തനിക്ക് ചീഫ് എഞ്ചിനീയർ ആകാനുള്ള കഴിവുണ്ട് എന്ന് തെളിയിക്കുക. 6 മാസം തുടർച്ചയായി അദ്ദേഹം ടെക്നീഷ്യനായി തന്നെ ജോലി ചെയ്തു. ഒരു ദിവസം 18 മണിക്കൂർ മുതൽ 20 മണിക്കൂർ വരെ അദ്ദേഹം പണി ചെയ്തു. ഇതിനിടയിൽ ടെസ്ലയ്ക്ക് ഒരു കാര്യം വ്യക്തമായി: എഡിസൺ കണ്ടെത്തിയ DC കറണ്ട് പോരാ, അതിന് ഒരുപാട് പോരായ്മകളുണ്ട്. അതുപയോഗിച്ച് ഈ ലോകത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും, പക്ഷേ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുകയില്ല. DC കറണ്ട് എന്നാൽ ഡയറക്റ്റ് കറണ്ട് എന്നാണ്. അതായത് ആ കറണ്ടിന്റെ അല്ലെങ്കിൽ അവിടുത്തെ വോൾട്ടേജിന്റെ വില അത് മാറുകയില്ല. എപ്പോഴും ആ വോൾട്ടേജ് ഒരുപോലെ തന്നെ ആയിരിക്കും. അത് വളരെ സിമ്പിളാണ്, പക്ഷേ അതിനൊരുപാട് പോരായ്മകളുണ്ട്. അതുകൊണ്ട് തന്നെ ടെക്നീഷ്യനായി ജോലി ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സ് ഒരു AC മെഷീനെ അല്ലെങ്കിൽ ഒരു AC ജനറേറ്ററിനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. DC കറണ്ടിൻ്റെ പ്രധാന പ്രശ്നം അത് ഉൽപ്പാദിപ്പിക്കുന്ന DC പവർ സ്റ്റേഷനിൽ നിന്നും 1 കിലോമീറ്റർ ചുറ്റളവിലേക്ക് മാത്രമേ അതിനെ കൃത്യമായി ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാരണം അത് ട്രാൻസ്മിറ്റ് ചെയ്യും തോറും അതിൽ നഷ്ടമുണ്ടായിക്കൊണ്ടിരിക്കും, അതിൻ്റെ വില കുറഞ്ഞുകൊണ്ടിരിക്കും. അവസാനം അത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ കുറഞ്ഞ് ഇല്ലാതെയാകും. അതുകൊണ്ട് തന്നെ ന്യൂയോർക്ക് പോലുള്ള വലിയൊരു സ്റ്റേറ്റിൽ തന്നെ എത്രയധികം സ്റ്റേഷനുകൾ വേണ്ടിവരും. അത് ശരിക്കും പ്രാക്ടിക്കലായിട്ടുള്ള ഒരു സൊല്യൂഷൻ അല്ല. 1 കിലോമീറ്റർ മാത്രമാണ് ഒരു സ്റ്റേഷന്റെ പരിധി. അങ്ങനെയാണെങ്കിൽ ആയിരക്കണക്കിന് അല്ല 10,000കണക്കിന് സ്റ്റേഷനുകൾ നിർമ്മിക്കേണ്ടി വരും. ഈ പ്രശ്നം എങ്ങനെ ഒഴിവാക്കാമെന്ന് ചിന്തിച്ചപ്പോഴാണ് ടെസ്ലയ്ക്ക് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലെങ്കിൽ AC കറണ്ട് എന്ന ആശയം ഉണ്ടാകുന്നത്. ആ പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ AC കറണ്ട് അത് മാറിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ വില ഓരോ സമയവും മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ മാറ്റത്തിനെ ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നു. അതാണ് സൊല്യൂഷൻ. ന്യൂയോർക്ക് പോലുള്ള ഒരു സ്റ്റേറ്റിൽ ഒരൊറ്റ സ്റ്റേഷൻ മാത്രം മതി. അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയെ ആ സ്റ്റേറ്റ് മുഴുവൻ നമുക്ക് എത്തിക്കാൻ സാധിക്കുന്നതാണ്, ഒരു നഷ്ടവും ഇല്ലാതെ തന്നെ. ലോകത്തിൽ ആരും തന്നെ ചിന്തിച്ചിട്ടില്ലാത്ത ഒരു വലിയ കണ്ടുപിടുത്തം തന്നെയായിരുന്നു അത്.
അങ്ങനെ ഒരു കണ്ടുപിടുത്തം ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇന്ന് ഈ ലോകം ഈ കാണുന്നത് പോലെ ആയിരിക്കില്ലായിരുന്നു. നമുക്ക് ആവശ്യമുള്ള വൈദ്യുതി നമ്മൾ എത്തില്ലായിരുന്നു. നമ്മുടെ കേരളം തന്നെ എടുത്തു കഴിഞ്ഞാൽ വെറും 10% ആളുകൾ മാത്രമായിരിക്കും വൈദ്യുതി ഈ 2020 ഉപയോഗിക്കുക. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ലോകത്തിലെ ഏറ്റവും ശക്തമായ കണ്ടെത്തലുകൾ ഏറ്റവും പ്രധാനമായ കണ്ടെത്തൽ തന്നെയാണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. സാക്ഷാൽ ടെസ്ല കണ്ടെത്തിയ ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. മനസ്സിൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന ആശയവും കൈകളിൽ DC മോട്ടറിനുള്ള സൊല്യൂഷനുകളുമായി അദ്ദേഹം ടെസ്ല കോണ്ടിനെന്റൽ കമ്പനിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എഡിസൺ അയാളുടെ അടുത്തേക്ക് എത്തുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും അധികം നേരം ഇവിടെ ജോലി ചെയ്യുന്നത്? എന്തിനാണ് ഇത്രയും എക്സ്ട്രാ ഷിഫ്റ്റ് നിങ്ങൾ എടുക്കുന്നത്? അതിന്റെ ആവശ്യം ഇവിടെ ഉണ്ടോ? അതിന്റെ കാരണമായി ടെസ്ലയ്ക്ക് പറയാനുണ്ടായിരുന്നത് AC കറണ്ട് ആണ്. ഇവിടെ DC കറണ്ടിന് വേണ്ടിയുള്ള ജോലികൾ നടക്കുമ്പോൾ ഇടയ്ക്കുള്ള സമയങ്ങളിൽ AC കറണ്ട് എങ്ങനെ ഉൽപ്പാദിപ്പിക്കാമെന്നുള്ള ഡിസൈനുകൾ നിർമ്മിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിൽ. DC കറണ്ടിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതൊരു പെർഫെക്റ്റ് സൊല്യൂഷൻ അല്ല. ഈ പറഞ്ഞത് എഡിസൺ അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം അദ്ദേഹത്തിന്റെ സന്തതിയാണ് DC കറണ്ട്. അദ്ദേഹം വാദിച്ചു DC കറണ്ട് പെർഫെക്റ്റ് ആണ്. നിന്നെപ്പോലെ വിഡ്ഢിയായ ഒരു കുടിയേറ്റക്കാരന് DC കറണ്ട് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള വിവരമില്ല. എന്നാൽ ടെസ്ല വിട്ടുകൊടുത്തില്ല. അദ്ദേഹം DC കറണ്ടിനുള്ള പോരായ്മകൾ ഓരോന്നായി എണ്ണി എണ്ണി പറഞ്ഞു. എങ്കിൽ ആ തെറ്റുകളെ തിരുത്തുന്ന തരത്തിലുള്ള ഒരു ഡിസൈൻ നിർമ്മിച്ചു താ. അപ്രകാരം ഒരു ഡിസൈൻ തരികയാണെങ്കിൽ തനിക്ക് ഞാൻ $50,000 സമ്മാനമായി നൽകാം. DC കറണ്ടിനെ പൂർണ്ണമായും പെർഫെക്റ്റ് ആക്കാൻ സാധിക്കുകയില്ലെന്ന് ടെസ്ലയ്ക്ക് അറിയാമായിരുന്നു. പക്ഷേ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. അത് ശരിക്കും DC കറണ്ടിലുള്ള വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളാവും. ടെസ്ല കഠിനമായി പ്രയത്നിക്കാൻ തുടങ്ങി. താൻ മണ്ടബുദ്ധിയായ ഒരു കുടിയേറ്റക്കാരനല്ല, എൻ്റെ നാടിന് എൻ്റെ രാജ്യത്തിന് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു ബുദ്ധി തന്നെയാണ് തനിക്കുള്ളതെന്ന് തെളിയിക്കണമായിരുന്നു. എഡിസൺ പറഞ്ഞത് DC ജനറേറ്ററിൻ്റെ നല്ല ഒരു മോഡൽ ഉണ്ടാക്കി തരാനാണ്. എന്നാൽ ഒരു മോഡലല്ല, 24 മോഡലുകളാണ് ടെസ്ല നിർമ്മിച്ചത്. ദിവസങ്ങൾ കൊണ്ട് എഡിസൺ ഇന്നുവരെ സൃഷ്ടിച്ച മോഡലുകളിൽ വെച്ച് ഏറ്റവും മികച്ച 24 മോഡലുകൾ. വളരെ അഭിമാനത്തോടുകൂടി ആ 24 മോഡലുകളും ടെസ്ല എഡിസന് സമ്മാനിച്ചു. എഡിസൺ അതെല്ലാം മറിച്ചു നോക്കി. എല്ലാം ഒന്നിനൊന്ന് മികച്ചത്. താൻ ഇതുവരെ വരച്ചിട്ടുള്ള എല്ലാ ഡിസൈനുകളെക്കാളും മികച്ച ഡിസൈനുകൾ. ഈ ഡിസൈനുകൾക്ക് അക്കാലത്ത് അമേരിക്കൻ മാർക്കറ്റിൽ ലക്ഷക്കണക്കിന് ഡോളറിന്റെ വില വരുമായിരുന്നു. പക്ഷേ ആ മികച്ച മോഡലുകളെ അഭിനന്ദിക്കാൻ, അതൊന്ന് തുറന്നു സമ്മതിക്കാൻ എഡിസന് സാധിച്ചില്ല. അദ്ദേഹം മറിച്ചു നോക്കിയതിനു ശേഷം കുഴപ്പമില്ലാത്ത മോഡലുകളാണ് എന്ന് മാത്രം പറഞ്ഞു. അപ്പോഴാണ് ടെസ്ല തനിക്ക് സമ്മാനിക്കാമെന്ന് എഡിസൺ പറഞ്ഞ ആ $50,000 കുറിച്ച് പറയുന്നത്. അത് കേട്ടതും എഡിസൺ പൊട്ടിച്ചിരിക്കുകയായിരുന്നു. നിങ്ങൾ സെർബിയക്കാർ വിഡ്ഢികൾ തന്നെ. ഞങ്ങൾ അമേരിക്കക്കാരുടെ ബുദ്ധിയുടെ 7 അയലത്ത് പോലും നിങ്ങളെത്തുകയില്ല. ഒരു അമേരിക്കൻ തമാശ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും നിങ്ങൾക്കില്ലാതെ പോയല്ലോ. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ നല്ലൊരു എഞ്ചിനീയർ ആവുക? പിന്നെ നിങ്ങൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ശമ്പളം ഒരല്പം കൂട്ടി ഞാൻ തരാം. ഇപ്പോൾ $18 എന്നുള്ളത് ഞാൻ ഒരു $26 ആക്കി തരാം. അതുപോലെ. അത് കേട്ടതും ടെസ്ലയ്ക്ക് കരണത്തൊരു അടി കിട്ടിയ എഫക്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിന് അല്പനേരം ഒന്നും പറയാൻ സാധിച്ചില്ല. തൻ്റെ ചുറ്റിനും ഇരുട്ട് വ്യാപിക്കുന്നതായി അദ്ദേഹത്തിന് തോന്നി. ഇത്രയും നാൾ കഷ്ടപ്പെട്ടത് അത് വെറുതെ ആയല്ലോ എന്ന് അദ്ദേഹത്തിന് തോന്നി. ശരിക്കും പണത്തിനു വേണ്ടി മാത്രമായിരുന്നില്ല അദ്ദേഹത്തിന്റെ ആ പ്രയത്നങ്ങൾ. തന്റെ നാടിനു വേണ്ടിയായിരുന്നു. തന്റെ നാട്ടിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയായിരുന്നു. അവരും അമേരിക്കക്കാരെ പോലെ തന്നെ ബുദ്ധിശാലികളാണെന്ന്, ഒരുപക്ഷെ അതിലും അപ്പുറം ബുദ്ധിയുള്ള മനുഷ്യർ തന്നെയാണെന്ന് തെളിയിക്കാനായിരുന്നു. എഡിസൺ നൽകുന്ന അഭിനന്ദനങ്ങൾ തന്റെ നാടിനും തനിക്കുമുള്ള അംഗീകാരമാകുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു. പക്ഷേ തന്നെയും തന്റെ നാടിനെയും അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, വാഗ്ദാനം ചെയ്ത പണം തരുന്നുമില്ല. വലിയ ചതിയാണ്. ഒരു തവണയല്ല, 2ാമത്തെ തവണയും. ടെസ്ലയ്ക്ക് മനസ്സിലായി താനൊരു മണ്ടബുദ്ധി തന്നെയാണ്. ഒരു തവണ ചതിയിൽ വീണിട്ടും വീണ്ടും അതേ ചെന്നായുടെ മുമ്പിൽ വന്നു പെട്ടിരിക്കുന്നു. മറ്റൊന്നും ചിന്തിച്ചില്ല. അദ്ദേഹം ആ ഓഫീസ് വിട്ട് വെളിയിലേക്കിറങ്ങി. പക്ഷേ വെളിയിലിറങ്ങിയതിനു ശേഷം എന്ത് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് ഒരു ഊഹവുമില്ലായിരുന്നു. നാട്ടിൽ പോകാനുള്ള പണം കയ്യിലില്ല. നാട്ടിൽ ഒന്നും അവശേഷിക്കുന്നുമില്ല. അവിടെ ചെന്നു കഴിഞ്ഞ് ചെയ്യാനായി ഒന്നും തന്നെയില്ല. പിന്നെയുള്ളത് ഈ നാട്ടിൽ ഇവിടെ തുടരുക, ഇവിടെ ജീവിക്കുക. പക്ഷേ ന്യൂയോർക്ക് പോലുള്ള ഒരു പട്ടണത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത്
വളരെയധികം ചെലവേറിയതാണ്. അവിടെ തെരുവിൽ കിടന്നുറങ്ങണമെങ്കിൽ പോലും പണം വേണമായിരുന്നു. ടെസ്ലയുടെ കയ്യിലാണെങ്കിൽ ഒരു നാണയത്തൊട്ട് പോലും എടുക്കാനുണ്ടായിരുന്നില്ല. തുടർന്നങ്ങോട്ട് പട്ടിണിയുടെ നാളുകളായിരുന്നു. അദ്ദേഹം ഒരിക്കൽ പോലും പണത്തിനു വേണ്ടി ആഗ്രഹിച്ചിട്ടില്ല. പണത്തിനു വേണ്ടിയായിരുന്നില്ല അദ്ദേഹത്തിന്റെ ഈ പഠനങ്ങൾ ഒക്കെയും തന്നെ. പക്ഷേ ഇപ്പോൾ അദ്ദേഹം പണം ആഗ്രഹിക്കുന്നുണ്ട്. അത് $1-2 ആയാലും മതി. അത് ധാരാളമായിരുന്നു 2 ദിവസത്തെ ഭക്ഷണം കഴിക്കാൻ. അതിനുവേണ്ടി അദ്ദേഹം ചെയ്യാത്ത ജോലികളില്ല. പലതരത്തിലുള്ള ജോലികൾ അദ്ദേഹം ചെയ്തു. അങ്ങനെ ആ വലിയൊരു പട്ടണത്തിൽ അദ്ദേഹം 2 കൊല്ലം നരകിച്ച് ജീവിച്ചു. 1886. ആ വർഷമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മറ്റൊരു വഴിത്തിരിവുണ്ടാകുന്നത്. ആ വഴിത്തിരിവ് ഉണ്ടായത് തന്റെ സ്വന്തം സുഹൃത്തിന്റെ പക്കൽ നിന്നായിരുന്നു. ടെസ്ലയുടെ സുഹൃത്ത് ടെസ്ലയ്ക്ക് അമേരിക്കയിലെ പ്രശസ്തരായ ഇൻഡസ്ട്രിയലിസ്റ്റുകളെ പരിചയപ്പെടുത്തി കൊടുത്തു. നിക്കോള ടെസ്ല തന്റെ ആശയങ്ങൾ അവരുടെ മുൻപിൽ അവതരിപ്പിക്കുകയുണ്ടായി. അവർ അതിൽ പൂർണ്ണമായും സംതൃപ്തരായിരുന്നു. അങ്ങനെ ടെസ്ലയുടെ ആശയങ്ങൾക്ക് അവർ പണം നിക്ഷേപിക്കാൻ തീരുമാനിച്ചു. തുടക്കത്തിൽ അത്ര വലിയ തുകയൊന്നും ആയിരുന്നില്ല അദ്ദേഹത്തിന് ലഭിച്ചിരുന്നത്. പക്ഷേ അത്രയും തുക മതിയായിരുന്നു അദ്ദേഹത്തിന് ഒരു ഓഫീസ് റെന്റിനെടുക്കാൻ. അദ്ദേഹം വാടകയ്ക്കെടുത്ത ഓഫീസ് സാക്ഷാൽ എഡിസന്റെ ഓഫീസിനോട് ചേർന്നുള്ള ഓഫീസായിരുന്നു. അങ്ങനെ ടെസ്ല ആദ്യമായി സ്ഥാപിച്ച സ്ഥാപനം തെരുവുകളിൽ തെരുവ് വിളക്കുകൾ സ്ഥാപിക്കുന്ന കമ്പനിയായിരുന്നു. തുടക്കത്തിൽ വളരെ മന്ദഗതിയിലായിരുന്നു ആ ഒരു സ്ഥാപനത്തിന്റെ വളർച്ച. എന്നാൽ അദ്ദേഹത്തിന്റെ കമ്പനി പിന്നീട് പെട്ടെന്ന് വളരുകയായിരുന്നു. അതിന്റെ കാരണം അദ്ദേഹം സ്ഥാപിച്ച ലാമ്പുകൾ തന്നെയാണ്. 2 ഫേസ് ഓൾട്ടർനേറ്റിംഗ് കറന്റ് ലാംപ്സ്. ഒരൊറ്റ പവർ സ്റ്റേഷൻ ഉപയോഗിച്ച് വളരെയധികം ദൂരത്തേക്ക് ലാമ്പുകൾ സ്ഥാപിക്കാൻ സാധിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ വില എഡിസന്റെ DC-യേക്കാൾ തുച്ഛമായിരുന്നു. ഇതേ സമയം എഡിസൺ വലിയ വലിയ പവർ പ്ലാന്റുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തെരുവ് ലൈറ്റുകൾ മാത്രം വിൽക്കുന്ന ഈ സ്ഥാപനത്തെ അദ്ദേഹം കണക്ക് കളിയാക്കിയിരുന്നു. 1888 മെയ് മാസം 1-ാം തീയതി വളരെയധികം പ്രാധാന്യമുള്ള ഒരു ദിവസമായിരുന്നു ടെസ്ലയ്ക്കത്. കാരണം ടെസ്ലയുടെ കഷ്ടപ്പാടുകൾ അംഗീകരിച്ചിരിക്കുന്നു. അതിന് പേറ്റന്റ് ലഭിച്ചിരിക്കുന്നു. അതോടുകൂടി AC കറന്റ് വൻതോതിൽ ഇനി ഉപയോഗിക്കാൻ സാധിക്കും. ഇതാണ് വളരെയധികം പ്രശസ്തമായി മാറിയ ഒരു യുദ്ധത്തിന്റെ തുടക്കം. കാലം അതിനെ ദ വാർ ഓഫ് കറണ്ട് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. വൈദ്യുതിയുടെ യുദ്ധം. ആ യുദ്ധത്തിൽ ടെസ്ലയുടെ പടനായകനായിരുന്നു വെസ്റ്റിംഗ് ഹൗസ്. ശരിക്കും പറഞ്ഞാൽ എഡിസണും ടെസ്ലയും തമ്മിലായിരുന്നില്ല. എഡിസണും ഈ വെസ്റ്റിംഗ് ഹൗസും തമ്മിലായിരുന്നു യഥാർത്ഥ വാർ ഓഫ് കറണ്ട്. 1888 പേറ്റന്റ് ലഭിച്ചതിനു ശേഷമാണ് വെസ്റ്റിംഗ് ഹൗസ് ടെസ്ലയെ പരിചയപ്പെടുന്നത്. വെസ്റ്റിംഗ് ഹൗസ് പ്രശസ്തനായ ഒരു വ്യവസായിയായിരുന്നു. അദ്ദേഹത്തിന് നല്ലൊരു സൊല്യൂഷൻ ആവശ്യമാണ്. കൂടുതൽ ദൂരത്തേക്ക് വൈദ്യുതി നഷ്ടമൊന്നുമില്ലാതെ എത്തിക്കാൻ സാധിക്കണം. അതുവരെ അദ്ദേഹത്തിന്റെ കമ്പനി ഉപയോഗിച്ചിരുന്നത് എഡിസന്റെ DC കറന്റ് തന്നെയാണ്. പക്ഷെ DC കറന്റിന് അധിക ദൂരം വൈദ്യുതി ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കുകയില്ലായിരുന്നു. എഡിസന്റെ DC കറന്റ് വിശ്വാസയോഗ്യം തന്നെയാണ്. പക്ഷെ അത് പോരാ. കൂടുതൽ വളർച്ച ഉണ്ടാകണമെങ്കിൽ അത്തരത്തിലുള്ള ഒരു കറണ്ട് പോരാ. കൂടുതൽ ദൂരത്തേക്ക് നമുക്ക് കറണ്ടിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കണം. ടെസ്ല തന്റെ പക്കലുള്ള AC കറണ്ടിനെ കുറിച്ച് അദ്ദേഹത്തിന് വിവരിച്ചു കൊടുത്തു. AC കറണ്ട് വളരെയധികം ദൂരത്തേക്ക് കുറഞ്ഞ ചെലവിൽ വൈദ്യുതിയെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ അത് വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആണ്. അത് പഠിക്കാനും മനസ്സിലാക്കാനും ഡിസൈൻ ചെയ്യാനും DC കറണ്ട് പോലെ അത്ര എളുപ്പമല്ല. പക്ഷേ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അത് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് മാത്രം മതി നമുക്ക് ഈ ഒരു രാജ്യം മുഴുവൻ വൈദ്യുതിവൽക്കരിക്കാൻ. വെസ്റ്റിംഗ് ഹൗസിന് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ പേറ്റന്റ് വേണമെന്ന് അദ്ദേഹം ടെസ്ലയോട് അപേക്ഷിച്ചു. ആ പേറ്റന്റിന് വേണ്ടി $10 ലക്ഷം നൽകാമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തു. കൂടാതെ വെസ്റ്റിംഗ് ഹൗസിന്റെ കമ്പനി നിർമ്മിക്കുന്ന ഓരോ ഹോഴ്സ് പവറിനും $1 വീതം ടെസ്ലയ്ക്ക് നൽകാമെന്നും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. ഒരൊറ്റ നിമിഷം കൊണ്ട് ടെസ്ലയ്ക്ക് ചുറ്റുമുള്ള ലോകം മാറി മറിയുകയായിരുന്നു. ലോകത്തിൽ തന്നെ ഏറ്റവും ധനികനായ വ്യക്തികളിൽ ഒരാളായി ടെസ്ല മാറുകയായിരുന്നു. അദ്ദേഹം ആ ഓഫർ സ്വീകരിക്കുക തന്നെ ചെയ്തു. തനിക്ക് പാരിതോഷികമായി ലഭിച്ച $10 ലക്ഷം പകുതി തുക അദ്ദേഹം അദ്ദേഹത്തിന്റെ സുഹൃത്തിന് സമ്മാനമായി നൽകി. അദ്ദേഹത്തിന്റെ സുഹൃത്ത്, ആ സുഹൃത്തായിരുന്നു അദ്ദേഹത്തിന് ഇവിടെയുള്ള ഇൻഡസ്ട്രിയലിസ്റ്റുകളെയെല്ലാം പരിചയപ്പെടുത്തി കൊടുത്തത്. കയ്യിൽ $5 ലക്ഷം ചെക്ക് സമ്മാനിച്ച് നടന്നു പോകുന്ന നിക്കോള ടെസ്ല എന്ന ആ മനുഷ്യനെ, ആ അത്ഭുത മനുഷ്യനെ ആ സുഹൃത്ത്
അത്ഭുതത്തോടു കൂടി തന്നെയാണ് നോക്കി നിന്നത്. പക്ഷേ അതേസമയം ആ പാവപ്പെട്ട മനുഷ്യനെ ചതിക്കുഴിയിൽ വീഴ്ത്താൻ വേണ്ടി ഒരു വാരിക്കുഴി നിർമ്മിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു തോമസ് ആൽവാ എഡിസൺ എന്ന ശാസ്ത്രജ്ഞൻ. വെസ്റ്റിംഗ് ഹൗസിൽ നിന്നും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ലഭിച്ചതോടുകൂടി അദ്ദേഹത്തിന് കൂടുതൽ വലിപ്പമേറിയ, കൂടുതൽ സ്ട്രെങ്ത് ഉള്ള ഒരു AC ജനറേറ്റർ നിർമ്മിക്കാൻ സാധിച്ചു. ലോകത്തെ മുഴുവൻ ഞെട്ടിച്ച ഒരു കണ്ടെത്തൽ. എല്ലാവരും ഞെട്ടി. എഡിസൺ ഉൾപ്പെടെയുള്ള ആളുകൾ ആ ഒരു അത്ഭുത മെഷീനു മുമ്പിൽ ഞെട്ടിപ്പോയി. എഡിസൺ നിർമ്മിച്ച 100 കണക്കിന് മെഷീനുകൾക്ക് പകരം ഒരൊറ്റ ജനറേറ്റർ, ഒരൊറ്റ AC ജനറേറ്റർ. എഡിസന്റെ കാര്യങ്ങൾ മനസ്സിലായി. തൻ്റെ പേരിലുള്ള വൈദ്യുതി രാജാവ് എന്ന പട്ടം എന്നേക്കുമായി നഷ്ടപ്പെടാൻ പോകുന്നു. തന്നേക്കാൾ കഴിവുള്ള, തന്നേക്കാൾ ബുദ്ധിമാനായ ഒരു ശാസ്ത്രജ്ഞൻ, ഒരു എഞ്ചിനീയർ രൂപം കൊണ്ടിരിക്കുന്നു. പക്ഷേ ടെസ്ലയെ അഭിനന്ദിക്കാനോ അംഗീകരിക്കാനോ എഡിസൺ കൂട്ടാക്കിയില്ല. എഡിസൺ ചിന്തിച്ചത് മറ്റൊരു രീതിയിലാണ്. എങ്ങനെയെങ്കിലും ഓൾട്ടർനേറ്റിംഗ് കറണ്ട് നിർമ്മിക്കുന്ന ആ ജനറേറ്റർ തൻ്റെ പേരിലാക്കണം. ലോകം വിചാരിക്കണം താനാണ് അത് സൃഷ്ടിച്ചതെന്ന്, തന്നിൽ നിന്ന് മോഷ്ടിച്ചതാണ് ടെസ്ലയെന്ന്. അതിനായി തോമസ് ആൽവാ എഡിസൺ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു. തൻ്റെ സൃഷ്ടിയാണ്, തൻ്റെ ഡിസൈനാണ് AC ജനറേറ്റർ എന്ന് തെളിയിക്കാൻ. തൻ്റെ ജീവനക്കാരനായി പ്രവർത്തിച്ചിരുന്ന ടെസ്ല തന്നിൽ നിന്ന് മോഷ്ടിച്ച ഡിസൈൻ ഉപയോഗിച്ചാണ് ഇപ്പോൾ AC ജനറേറ്റർ നിർമ്മിച്ചിരിക്കുന്നതെന്ന്. കേസ് കോടതിയിൽ വിചാരണയ്ക്ക് വന്നു. എഡിസൺ ശക്തനായ വക്കീൽമാരെ അവിടെ അണിനിരത്തി. അപ്പുറത്തെ സൈഡിലും മോശമായിരുന്നില്ല. ടെസ്ലയ്ക്ക് കൂട്ട് വെസ്റ്റിംഗ് ഹൗസ് ഉണ്ടായിരുന്നു. കേസ് വിസ്താരണങ്ങൾക്കൊടുവിൽ ടെസ്ല തന്നെ ജയിച്ചു. കാരണം അത് എഡിസന്റെ ആണെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു തെളിവുകളും എഡിസന്റെ പക്കൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കോടതി ഇങ്ങനെ വിധിച്ചു: AC ജനറേറ്ററിന്റെ എല്ലാ അവകാശങ്ങളും വെസ്റ്റിംഗ് ഹൗസിൽ നിക്ഷിപ്തമാണ്. അദ്ദേഹത്തിന്റെ കമ്പനിക്ക് അതിന്റെ മേൽ പൂർണ്ണ അവകാശമാണ് ഉള്ളത്. കേസ് തോറ്റെങ്കിലും എഡിസൺ അവിടം കൊണ്ടൊന്നും പിന്മാറാൻ കൂട്ടാക്കിയില്ല. അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള വൈരാഗ്യം മൂർച്ഛിച്ചു വരികയാണ് ഉണ്ടായത്. എങ്ങനെയും നിക്കോള ടെസ്ലയെയും വെസ്റ്റിംഗ് ഹൗസിനെയും നശിപ്പിക്കുക, അതിന് എത്ര മോശമായ കളികൾ കളിക്കാനും എഡിസണ് മടിയുണ്ടായിരുന്നില്ല. 1890 എഡിസൺ സ്വന്തം സ്വാധീനം ഉപയോഗിച്ച് കോടതിയെ കൊണ്ട് AC കറണ്ട് ഉപയോഗിച്ച് ആളുകളെ കൊല്ലുന്ന ഒരു ഇലക്ട്രിക് ചെയർ നിർമ്മിച്ചു. വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്ന പ്രതികളെയാണ് ഇത്തരത്തിൽ AC ഇലക്ട്രിക് ചെയർ ഉപയോഗിച്ച് വധിക്കുക. വെസ്റ്റിംഗ് ഹൗസും ടെസ്ലയും ഇതിനെതിരെ കോടതിയെ സമീപിക്കുക തന്നെ ചെയ്തു. കാരണം അതിദാരുണമായ അന്ത്യമായിരിക്കും ഇത്തരത്തിലുള്ള ഇലക്ട്രിക് ചെയറുകൾ സൃഷ്ടിക്കുക. ഇപ്രകാരം AC കറണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഇലക്ട്രിക് ചെയർ നിർമ്മിക്കാനുണ്ടായ വികാരം ടെസ്ലയുടെയും വെസ്റ്റിംഗ് ഹൗസിന്റെയും അവരുടെ AC കറണ്ടിന്റെയും മേലുള്ള ജനങ്ങളുടെ പ്രീതി നശിപ്പിക്കുക എന്നത് തന്നെയായിരുന്നു. AC കറണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഇലക്ട്രിക് ചെയറുകളെ കാണുമ്പോൾ ആളുകൾ ഭയക്കണം. അതുപയോഗിച്ച് പ്രവർത്തിക്കുന്ന മെഷീനുകളെ കണ്ട് ആളുകൾ പേടിച്ചു നിൽക്കണം. സ്വന്തം വീടുകളിൽ AC കറണ്ട് കൊണ്ടുള്ള വൈദ്യുതി കണക്ഷൻ എടുക്കാൻ ആളുകൾ ഭയക്കണം. DCയിലേക്ക് തന്നെ എല്ലാവരും തിരികെ പോകണം. വെസ്റ്റിംഗ് ഹൗസ് ഇതിനെതിരെ കോടതിയിൽ പോയെങ്കിലും അവിടെ അവർക്ക് വിജയിക്കാൻ സാധിച്ചില്ല. കോടതി വിധിച്ചു AC കറണ്ട് ഉപയോഗിക്കുന്ന ഇലക്ട്രിക് ചെയർ തന്നെ വധശിക്ഷയ്ക്ക് ഉപയോഗിക്കാം. എഡിസന്റെ കള്ളക്കളികൾ ഒരു വശത്ത് അരങ്ങു വാഴുമ്പോൾ തന്നെ മറുവശത്ത് AC കറണ്ട് വിജയിക്കുകയാണ്. എഡിസന്റെ DC കറണ്ടും DC പവർ സ്റ്റേഷനുകളും കൂപ്പുകുത്തി നിലത്തു വീണു. AC കറണ്ട് ശക്തമായി തന്നെ വിജയത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരുന്നു. ഏറ്റവും ചെലവ് കുറഞ്ഞ വൈദ്യുതി AC കറണ്ടാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരും അത് വാങ്ങിക്കാൻ, ആ കണക്ഷൻ എടുക്കാൻ നിർബന്ധിതരായി. അങ്ങനെ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ രക്തം ചീന്താത്ത യുദ്ധം, ദ വാർ ഓഫ് കറണ്ട്, അവസാനിക്കുകയായിരുന്നു. വിജയം, അന്തിമ വിജയം ടെസ്ലയ്ക്കും വെസ്റ്റിംഗ് ഹൗസിനും അവരുടെ സ്വന്തം AC കറണ്ടിനുമായിരുന്നു. ടെസ്ല ലോകത്തിലെ ഏറ്റവും ധനികനായ വ്യക്തികളിൽ ഒരാളായി മാറി. അക്കാലഘട്ടത്തിൽ ഏറ്റവും ധനികനായ 10 ആളുകൾ എടുത്തു കഴിഞ്ഞാൽ അക്കൂട്ടത്തിൽ ഒരാൾ ടെസ്ലയായിരുന്നു. പക്ഷേ അതേസമയം വെസ്റ്റിംഗ് ഹൗസും അദ്ദേഹത്തിന്റെ സ്ഥാപനവും കടബാധ്യതയിലേക്ക് മാറുകയായിരുന്നു. കാരണം ആദ്യമുണ്ടാക്കിയ കരാർ തന്നെയാണ് ഓരോ ഹൗസ് പവറിനും $1 വീതം ടെസ്ലയ്ക്ക് നൽകണം. അങ്ങനെ വരുമ്പോൾ കോടിക്കണക്കിന് ഡോളേഴ്സ് അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വരും. അവിടെയാണ് നിക്കോള ടെസ്ല എന്ന മനുഷ്യസ്നേഹിയെ നമുക്ക് കാണാൻ സാധിക്കുക. തന്നെ സഹായിച്ച, തന്റെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന ആ കൺസെപ്റ്റിനെ ലോകത്തിന്റെ മുൻപിൽ കാഴ്ചവെച്ച വെസ്റ്റിംഗ് ഹൗസിനെയും അദ്ദേഹത്തിന്റെ കമ്പനിയെയും ടെസ്ല സഹായിക്കുക തന്നെ ചെയ്തു. വേറൊന്നും അദ്ദേഹം ചിന്തിച്ചില്ല. മുൻപ് എഴുതിയിരുന്ന ആ കരാർ ഒരു ദാക്ഷിണ്യവുമില്ലാതെ
പല കഷ്ണങ്ങളായി മുറിച്ച് ദൂരേക്കെറിഞ്ഞു. വെസ്റ്റിംഗ് ഹൗസും അദ്ദേഹത്തിന്റെ കമ്പനിയും ടെസ്ലയ്ക്ക് $1 പോലും നൽകേണ്ട ആവശ്യമില്ല, ഇനി സമ്പാദിക്കുന്നത് എല്ലാം തന്നെ വെസ്റ്റിംഗ് ഹൗസിന് സ്വന്തം. 1.25 കോടി ഹോഴ്സ് പവറുകളാണ് ആ കാലഘട്ടത്തിൽ ജനറേറ്റ് ചെയ്തത്. അതായത് 1.25 കോടി $. അത്രയും തുകയും അദ്ദേഹം വേണ്ടാന്ന് വെച്ചു. ആ പണമെല്ലാം പോയത് വെസ്റ്റിംഗ് ഹൗസിന്റെ കമ്പനിയിലേക്ക് തന്നെയാണ്. അങ്ങനെ അവർ കടബാധ്യതയിൽ നിന്ന് കരകയറുകയായിരുന്നു. ടെസ്ലയ്ക്ക് ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, തനിക്ക് പണം വേണ്ട, ജീവിക്കാനുള്ള പണം മാത്രം മതി, കൂടുതൽ എക്സ്പെരിമെന്റുകൾ നടത്താനുള്ള പണം മാത്രം മതി, ബാക്കി പണമെല്ലാം ജനങ്ങൾക്ക് പോകണം. അതുകൊണ്ട് തന്നെ വെസ്റ്റിംഗ് ഹൗസിന് കുറഞ്ഞ ചെലവിൽ കൂടുതൽ വൈദ്യുതി ആളുകളിൽ എത്തിക്കാൻ സാധിച്ചു. ഇത് ശരിക്കും AC കറണ്ടിന്റെ വിജയത്തിൽ വലിയൊരു പങ്ക് വഹിച്ചു. AC കറണ്ടിന്റെ വില വളരെയധികം താഴേക്ക് കൂപ്പുകുത്തി. അതേസമയം DC കറണ്ട് മുകളിലേക്ക് ഉയരുകയായിരുന്നു. ഇതിന് തടയിടാൻ തോമസ് ആൽവ എഡിസൺ ചില സിനിമകൾ ഇറക്കുകയുണ്ടായി. അക്കൂട്ടത്തിൽ ഒരു സിനിമയാണ് ഇലക്ട്രോക്യൂട്ടിംഗ് ആൻ എലിഫന്റ്, 1903 ഇറങ്ങിയ സിനിമ. ആ സിനിമയിൽ ഒരൊറ്റ രംഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ടോപ്സി എന്ന ഒരു പാവപ്പെട്ട ആനയെ AC കറണ്ട് ഉപയോഗിച്ച് ക്രൂരമായി കൊല്ലുന്നു. ഇത്രയും വൃത്തികെട്ട കളികൾ പലതും കളിച്ചു നോക്കിയിട്ടും എഡിസണ് വിജയിക്കാൻ സാധിച്ചില്ല. അവസാനം എന്താണ് ഉണ്ടായത്? ഫൈനലി ഹി ബിൽഡ് ആൻ AC സ്റ്റേഷൻ. ഒടുവിൽ തോമസ് ആൽവ എഡിസൺ ഒരു AC പവർ സ്റ്റേഷൻ സ്ഥാപിച്ചു. നിക്കോള ടെസ്ല വിജയിച്ചിരിക്കുന്നു. പിന്നീട് അങ്ങോട്ട് ടെസ്ലയുടെ കാലമായിരുന്നു. ആളുകൾ എഡിസൺ എന്ന വാക്കിനു പകരം ടെസ്ല എന്ന വാക്കുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാനായ വ്യക്തി അത് നിക്കോള ടെസ്ലയാണെന്ന് ലോകത്തുള്ള എല്ലാ ആളുകളും ഏറ്റുപറഞ്ഞു. ഈ കാലഘട്ടത്തിലാണ് ടെസ്ല ഏറ്റവും കൂടുതൽ പേറ്റന്റുകൾ സ്വന്തമാക്കിയത്. എഡിസൺ എത്രത്തോളം പേറ്റന്റുകൾ സ്വന്തമാക്കിയോ അത്രയും തന്നെ. പക്ഷേ എഡിസൺ എന്ന് പറയുന്നത് ഒരു കമ്പനിയാണ്. അദ്ദേഹത്തിന്റെ കീഴിലുള്ള എഞ്ചിനീയേഴ്സിന്റെ സംഭാവന കൂടിയാണ് എഡിസന്റെ പേറ്റന്റുകൾ. എന്നാൽ ഇവിടെയുള്ള ടെസ്ല അദ്ദേഹം ഒറ്റയ്ക്കാണ്. അദ്ദേഹം ഒറ്റയ്ക്ക് നടത്തിയ കണ്ടെത്തലുകളുടെ പേറ്റന്റുകളാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ഈ കാലഘട്ടത്തിലാണ് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് നിക്കോള ടെസ്ലയുടെ ഒരു ലെക്ചറിംഗ് ക്ലാസ് ആവിഷ്കരിച്ചത്. അദ്ദേഹത്തിന്റെ ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വന്നതോ ലോകത്തിലെ ഏറ്റവും പ്രശസ്തരായ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സും ശാസ്ത്രജ്ഞന്മാരും. ശരിക്കും അത്ഭുതങ്ങളാണ് ആ ക്ലാസ്സിൽ അദ്ദേഹം കാഴ്ചവെച്ചത്. ലോകത്തിൽ ഇന്നേ വരെ ആരും കണ്ടിട്ടില്ലാത്ത വൈദ്യുതി കൊണ്ടുള്ള അത്ഭുതങ്ങൾ. വയറുകളുടെ ഒന്നും തന്നെ സഹായമില്ലാതെ അദ്ദേഹം ബൾബുകൾ കത്തിച്ചു. ബൾബുകൾ ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ചു. അവ കത്തുന്നു. 10 ലക്ഷം വോൾട്ടിൽ കൂടുതലുള്ള വൈദ്യുതി അദ്ദേഹത്തിന്റെ തന്നെ ശരീരത്തിൽ കൂടെ കടത്തിവിട്ടു. അദ്ദേഹത്തിന് ഷോക്ക് അടിച്ചില്ല. അദ്ദേഹം ജീവനോടുകൂടി ചിരിച്ചുകൊണ്ട് തന്നെ അവരുടെ മുമ്പിൽ നിന്നു. ആ കാഴ്ച കണ്ട് അവിടെ ഉണ്ടായിരുന്ന എഞ്ചിനീയേഴ്സിന് അടങ്ങിയിരിക്കാൻ സാധിച്ചിരുന്നില്ല. അവർ ചാടി എഴുന്നേറ്റു. കൈകൾ കൊട്ടി ആ ഒരു അത്ഭുത മനുഷ്യനെ അവർ അഭിനന്ദിച്ചു. 1000 ഹെർട്സിന് മുകളിൽ ഫ്രീക്വൻസിയുള്ള ഓൾട്ടർനേറ്റിംഗ് കറണ്ടിന് നമ്മുടെ ശരീരത്തിലുള്ള നെർവ് സെല്ലുകളെ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോഴും നമ്മുടെ ഹൃദയത്തിന് അത് അപകടമായി മാറാം. ടെസ്ല അന്ന് ശരീരത്തിലൂടെ കടത്തിവിട്ടത് 1000-ന് മുകളിൽ ഫ്രീക്വൻസിയുള്ള കറണ്ട് തന്നെയാണ്. ആ കോൺഫറൻസിൽ അദ്ദേഹം നടത്തിയ അഭ്യാസ പ്രകടനങ്ങൾ കണ്ട് അവിടുത്തെ ശാസ്ത്രജ്ഞന്മാർ അദ്ദേഹത്തിനെ ഇങ്ങനെ വിളിച്ചു: ദ മാൻ ഓഫ് ദ ഫ്യൂച്ചർ, ഭാവിയുടെ മനുഷ്യൻ. വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന മൈക്കിൾ ഫാരഡെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന കസേര, ആ ചെയർ അതിനുശേഷം ആരും തന്നെയും ഉപയോഗിച്ചിട്ടില്ല. അന്ന് അവിടെ വെച്ച് ടെസ്ല എന്ന ആ അത്ഭുത മനുഷ്യന് ഫാരഡെയുടെ കസേരയിൽ ഇരിക്കാനുള്ള അവകാശം അവർ കൊടുത്തു. കൂടാതെ ഫാരഡെ അവസാന കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന വിസ്കി, അതിൽ നിന്നും ഒരു ഗ്ലാസ് അദ്ദേഹത്തിന് കൊടുക്കുകയുണ്ടായി. ഇതെല്ലാം കണ്ടുമറിഞ്ഞും സഹിക്കാനാവാതെ ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു: തോമസ് ആൽവ എഡിസൺ. നിക്കോള ടെസ്ല ഇനി തുടരാൻ പാടില്ല. അദ്ദേഹത്തിന്റെ ജീവിതം ഇവിടെ അവസാനിക്കണം. ഇനിയുള്ള കാലം പഴയതുപോലെ തന്നെ എഡിസന്റെ കാലഘട്ടമാകണം. 19-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടം. വൈദ്യുതി ഉപയോഗിക്കുന്ന ഏതൊരു വ്യക്തിയോടും ചോദിക്കുക, ആരാണ് ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യൻ? അവർക്കെല്ലാവർക്കും തന്നെ ഒരൊറ്റ ഉത്തരം മാത്രമേ നൽകാൻ സാധിക്കുകയുള്ളൂ: അത് നിക്കോള ടെസ്ല എന്ന അത്ഭുത മനുഷ്യനാണ്. തോമസ് ആൽവ എഡിസൺ എന്ന ശാസ്ത്രജ്ഞനും അദ്ദേഹത്തിന്റെ കോണ്ടിനെന്റൽ കമ്പനിയും തകർന്ന് താഴേക്ക് പോവുകയായിരുന്നു. അവർക്ക് വർക്കുകൾ ഉണ്ടായിരുന്നു, പക്ഷേ മുൻകാലത്തുണ്ടായിരുന്ന പ്രസക്തി അവർക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടു. ആ പ്രസക്തി വീണ്ടെടുക്കണമെങ്കിൽ നിക്കോള ടെസ്ല എന്ന ആ വലിയ മനുഷ്യൻ വീഴണം. അദ്ദേഹം വീഴുക തന്നെ ചെയ്തു. വീണു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് വീഴ്ത്തി എന്ന് പറയുന്നതാണ്.
ആരാണ്? അദ്ദേഹം വീണാൽ ആർക്കാണ് പ്രയോജനം? ആ പ്രയോജനമുള്ള ആൾ തന്നെയാണ് അങ്ങനെ ഒരു വാരിക്കുഴി ഉണ്ടാക്കിയത്. വർഷം 1895 മാർച്ച് മാസം 13-ാം തീയതി. 13 എന്ന് പറയുന്നത് വളരെ മോശമായ, നിർഭാഗ്യകരമായ ഒരു സംഖ്യ തന്നെയാണ്. പക്ഷേ ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം, ശാസ്ത്രജ്ഞന്മാരെ സംബന്ധിച്ചിടത്തോളം, എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത് മോശമായ ഒരു സംഖ്യയല്ല. എല്ലാ സംഖ്യയും പോലെ തന്നെ അതും ഒരു സാധാരണ സംഖ്യ തന്നെയാണ്. പക്ഷേ നിക്കോള ടെസ്ലയ്ക്ക് അത് മോശമായ ഒരു സംഖ്യയായി മാറുകയായിരുന്നു. മാർച്ച് മാസം 13-ാം തീയതി. അന്നാണ് അദ്ദേഹത്തിന്റെ ലബോറട്ടറി എന്നേക്കുമായി കത്തി ചാരമായി മാറിയത്. തോമസ് ആൽവ എഡിസൺ എന്ന ബുദ്ധിമാനായ മനുഷ്യന്റെ കുബുദ്ധിയിൽ തോന്നിയ ഒരു ബുദ്ധി: നശിപ്പിക്കുക നിക്കോള ടെസ്ലയെ. നിക്കോള ടെസ്ലയെ നശിപ്പിക്കാൻ ഒരു കാര്യം ചെയ്താൽ മതി. അദ്ദേഹത്തെ കൊല്ലണ്ട, അദ്ദേഹത്തിന്റെ ലബോറട്ടറി കത്തിച്ചാൽ മതി. നിക്കോള ടെസ്ലയ്ക്ക് ഒരു സമ്പാദ്യവുമില്ലായിരുന്നു. അദ്ദേഹത്തിന് കിട്ടിയ വരുമാനങ്ങൾ മുഴുവനും അദ്ദേഹത്തിന്റെ ലബോറട്ടറിക്ക് വേണ്ടിയാണ് ചെലവഴിച്ചത്. ആ ലബോറട്ടറിയാണ് സാധാരണക്കാരന് തുച്ഛമായ ചെലവിൽ കൂടുതൽ സൗകര്യങ്ങൾ ഭാവിയിൽ ഒരുക്കാൻ പോകുന്നത്. അവിടെ ഉണ്ടാകുന്ന കണ്ടുപിടുത്തങ്ങളായിരുന്നു മനുഷ്യജീവന് ഏറ്റവും സഹായകരമായി മാറുന്നത്. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സമ്പാദ്യം മുഴുവനും മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം കോടിക്കണക്കിന് വില മതിക്കുന്ന ലബോറട്ടറി ഇൻസ്ട്രുമെന്റ്സ് വാങ്ങുകയുണ്ടായി. ഇൻസ്ട്രുമെന്റ്സ് മാത്രമല്ല, അദ്ദേഹം അന്നുവരെ സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഡിസൈനുകളും, അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള നൂറുകണക്കിന് പേറ്റന്റുകളും ആ ഒരു തീയിൽ കത്തി അമർന്നുപോയി. ടെസ്ലയ്ക്ക് അത് വലിയൊരു ആഘാതമായിരുന്നു. ഇവിടെ തീ കത്തുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ഓഫീസിൽ അവിടെ ബിയറും വൈനും യഥേഷ്ടം വിളമ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ആഘോഷങ്ങൾ തകൃതിയായി നടക്കുകയായിരുന്നു. ആ വീഴ്ചയിൽ നിന്ന് കരകയറാൻ നിക്കോള ടെസ്ലയ്ക്ക് അധികം പ്രയാസമൊന്നും നേരിടേണ്ടി വന്നില്ല. അദ്ദേഹത്തിന്റെ പണവും ഇൻസ്ട്രുമെന്റ്സും എല്ലാം നഷ്ടപ്പെട്ടു, അത് സത്യം തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ബുദ്ധിശക്തിയെ നശിപ്പിക്കാൻ എഡിസണ് സാധിച്ചില്ല. അദ്ദേഹത്തിന്റെ ഓർമ്മശക്തിയിൽ, അദ്ദേഹത്തിന്റെ തലച്ചോറിൽ ഒളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു അദ്ദേഹം ഇന്നേ വരെ വരച്ചിട്ടുള്ള എല്ലാ ഡിസൈനുകളും. അതിന് തല പുകഞ്ഞ് ആലോചിക്കേണ്ട ഒരാവശ്യവുമില്ലായിരുന്നു. അദ്ദേഹം ഡിസൈൻ ചെയ്ത എല്ലാ കാര്യങ്ങളും ഭദ്രമായി അദ്ദേഹത്തിന്റെ തലച്ചോറിൽ തന്നെ കടന്നു. ഒരു പേപ്പർ എടുത്ത് അത് വരയ്ക്കേണ്ട താമസം മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായുള്ളൂ. പക്ഷേ പണവും ഇൻസ്ട്രുമെന്റ്സും അത് എന്നേക്കുമായി നഷ്ടപ്പെട്ടു. പക്ഷേ പണത്തെക്കുറിച്ച് ഒരിക്കലും ആ മനുഷ്യൻ ചിന്തിച്ചിരുന്നില്ല. അദ്ദേഹത്തിന് അടുത്ത പ്രോജക്റ്റ് വളരെ വൈകാതെ തന്നെ ലഭിക്കുകയുണ്ടായി. അതും സാക്ഷാൽ നയാഗ്ര വെള്ളച്ചാട്ടത്തിൽ. അവിടെ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു പ്ലാൻ. എല്ലാവർക്കും പ്രയാസമായി മാറുന്ന ഒരു ഹൈഡ്രോ പവർ പ്ലാന്റ് ആയിരുന്നു നയാഗ്ര ഫാൾസ്. പക്ഷേ വളരെ അനായാസമായി, വളരെ എളുപ്പത്തിൽ അദ്ദേഹം അത് ഡിസൈൻ ചെയ്തു. അതിന്റെ ഗവേഷണങ്ങൾക്കും ആവിഷ്കാരത്തിനും വേണ്ടി $1,00,000 അന്ന് അദ്ദേഹത്തിന് ലഭിച്ചത്. അങ്ങനെ ലഭിച്ച പണം ഉപയോഗിച്ച് അദ്ദേഹം പുതിയൊരു ലബോറട്ടറി തുടങ്ങി. കാര്യങ്ങൾ ഒന്നീന്ന് തുടങ്ങാൻ അദ്ദേഹം തീരുമാനിച്ചു. ഈ ലബോറട്ടറിയിൽ വെച്ചാണ് 1898 ആദ്യത്തെ മനുഷ്യനിർമ്മിത ഭൂകമ്പം ഉണ്ടാക്കിയത്. അതിനുശേഷവും അതിനു മുൻപും ആർക്കും ഒരിക്കലും ഒരു ഭൂകമ്പം ഉണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ അതൊരിക്കലും ഒരു ഭൂകമ്പം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമമായിരുന്നില്ല. ടെസ്ല എന്ന മനുഷ്യൻ ഒരിക്കലും അപ്രകാരമുള്ള ഒരു കണ്ടെത്തലുകളും നടത്തുകയില്ല. 1898 ന്യൂയോർക്ക് എന്ന പട്ടണത്തെ കുലുക്കിയ ആ ഭൂകമ്പം ഒരു അപകടമായിരുന്നു. സെലക്റ്റീവ് റെസൊണൻസിൽ പ്രവർത്തിക്കുന്ന ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ ഓസിലേറ്റർ നിർമ്മിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഓസിലേറ്റർ പ്രവർത്തിച്ചു തുടങ്ങി. തുടക്കത്തിൽ അദ്ദേഹത്തിന്റെ റൂമിലുള്ള പല വസ്തുക്കളും ചെറുതായി കുലുങ്ങാൻ തുടങ്ങുകയായിരുന്നു. അതിനുശേഷം ആ കെട്ടിടം മൊത്തത്തിൽ കുലുങ്ങി. പിന്നീട് ന്യൂയോർക്ക് എന്ന ആ വലിയ പട്ടണം ഒന്നാകെ കുലുങ്ങുകയായിരുന്നു. ഒരു വലിയ ഭൂമികുലുക്കം. ആ മെഷീൻ നശിപ്പിക്കുക എന്നല്ലാതെ മറ്റൊരു മാർഗവും അദ്ദേഹത്തിന്റെ മുൻപിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അത് അപ്പോൾ തന്നെ നശിപ്പിക്കുകയുണ്ടായി. പിന്നീട് 2006 അപ്രകാരം ഒരു ഭൂകമ്പം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. പക്ഷേ അത് പരാജയമായിരുന്നു. അതിന്റെ അർത്ഥം നിക്കോള ടെസ്ല പറഞ്ഞത് കള്ളമാണെന്നല്ല. 2006 ഉണ്ടാക്കിയ ഇലക്ട്രോ മെക്കാനിക്കൽ ഓസിലേറ്റർ നിർമ്മിച്ചത് ടെസ്ല ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഉണ്ടാക്കിയ ഓസിലേറ്റർ ആയിരുന്നില്ല 2006 നിർമ്മിച്ചത്. ലബോറട്ടറി കത്തിയെരിഞ്ഞെങ്കിലും ടെസ്ലയുടെ വസന്തകാലം പിന്നെയും മുന്നോട്ട് തന്നെ പോയി. വളരെ പ്രശസ്തരായ വ്യക്തികൾ, ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന എല്ലാ മേഖലകളിലും പ്രശസ്തരായ വ്യക്തികൾ അദ്ദേഹത്തിന്റെ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു.
ചില വൈകുന്നേരങ്ങളിൽ അവർ ടെസ്ലയുടെ വസതിയിൽ ഒത്തുകൂടിയിരുന്നു. ആ സന്ധ്യകളിൽ പ്രശസ്ത കവിയായ റുഡ്യാർഡ് കിപ്ലിംഗ് അവർക്ക് വേണ്ടി കവിതകൾ പാടിക്കൊടുത്തു. മാർക്ക് ട്വെയിൻ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കഥകൾ പറഞ്ഞ് അവരെ പൊട്ടിച്ചിരിപ്പിച്ചു. പ്രശസ്ത പിയാനിസ്റ്റായ അന്റോണിയോ ജൊറാഗ് ആ മുറികളിൽ പിയാനോയുടെ സംഗീതം പൊഴിച്ചു. വൈദ്യുതിയുടെ ഉടയതമ്പുരാൻ അവരുടെ മുമ്പിൽ വൈദ്യുതി എന്ന മാന്ത്രിക ലോകത്തിൻ്റെ കവാടം തുറന്നുകൊടുത്തു. ഈ സൗഹൃദങ്ങൾക്കെല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് സെഞ്ച്വറി മാഗസിൻ്റെ ചീഫ് എഡിറ്ററായ റോബർട്ട് ജോൺസൺ ആണ്. റോബർട്ട് ജോൺസൺ അദ്ദേഹം ടെസ്ലയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. റോബർട്ട് ജോൺസനൊപ്പം ആ വിരുന്നുകളിൽ അവളും ഉണ്ടായിരുന്നു. സുന്ദരിയായവൾ, കലാകാരി കാതറിൻ, റോബർട്ട് ജോൺസന്റെ ഭാര്യ. ടെസ്ലയും കാതറിനും തമ്മിൽ വളരെ വേഗത്തിൽ തന്നെ അടുക്കുകയുണ്ടായി. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് കവിതകളായിരുന്നു. രണ്ടുപേരും കവിതകളെ വളരെയധികം സ്നേഹിച്ചിരുന്നു. നിക്കോള ടെസ്ല അദ്ദേഹത്തിൻ്റെ മാതാവ് വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ചു കൊടുത്ത സെർബിയൻ കവിതകൾ അവൾക്ക് മുമ്പിൽ പാടിക്കൊടുത്തു. കവിതകളിൽ വളരെയധികം സന്തോഷം കണ്ടെത്തിയിരുന്ന കാതറിൻ തിരികെയും പാടി. അവർ രണ്ടുപേരും പരസ്പരം കവിതകൾ പാടിക്കൊടുത്തു. അവർ ശരിക്കും ഒന്നിച്ച് ജീവിക്കുകയായിരുന്നു എന്ന് നമുക്ക് പറയാം. പക്ഷേ അവരുടെ ജീവിതം ഒരു കിടപ്പറയിലായിരുന്നില്ല. അവരുടെ ജീവിതം കവിതകളിലായിരുന്നു. അവളോടൊപ്പം ചെലവഴിക്കുന്ന ഓരോ നിമിഷവും സ്വർഗതുല്യമായി ടെസ്ലയ്ക്ക് അനുഭവപ്പെട്ടു. ശാസ്ത്രവും വൈദ്യുതിയും അദ്ദേഹത്തിൻ്റെ വലതുവശത്തുള്ള കണ്ണാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇടതുവശത്തുള്ള കണ്ണ് കാതറിനും കവിതകളുമായിരുന്നു. അവളെ എന്നേക്കുമായി സ്വന്തമാക്കാൻ അദ്ദേഹത്തിൻ്റെ ഹൃദയം കൊതിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ തലച്ചോറ് അതിന് സമ്മതിച്ചില്ല. കാരണം റോബർട്ട് ജോൺസൺ അദ്ദേഹം ഉറ്റ സുഹൃത്താണ്. എങ്കിൽ കൂടി കാതറിനെ പ്രണയിക്കാതിരിക്കാൻ അദ്ദേഹത്തിനായില്ല. അദ്ദേഹം പ്രണയിക്കുക തന്നെ ചെയ്തു. ലോകത്തിൽ ഒരു പുരുഷനും ഒരു സ്ത്രീയെയും പ്രണയിച്ചിട്ടില്ലാത്ത അത്രയും തീവ്രതയോടെ അദ്ദേഹം അവളെ പ്രണയിച്ചു. കാതറിൻ അവളുടെ സുന്ദരമായ കണ്ണുകൾ കൊണ്ട് തിരിച്ച് ടെസ്ലയെയും പ്രണയിച്ചു. പക്ഷേ അവരുടെ പ്രണയം അവരുടെ മനസ്സിലും കണ്ണുകളിലും ഒതുങ്ങി നിന്നു. കാരണം റോബർട്ട് ജോൺസൺ ഉറ്റ സുഹൃത്താണ്. ആ ഉറ്റ സുഹൃത്തിൻ്റെ ഭാര്യയാണ് കാതറിൻ. ഒരിക്കലൊരു പ്രവചനത്തിലൂടെ റോബർട്ട് ജോൺസൺ എന്ന ഉറ്റ സുഹൃത്തിൻ്റെ ജീവൻ അദ്ദേഹം രക്ഷിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് അന്ന് വേണമെങ്കിൽ കണ്ണടയ്ക്കാമായിരുന്നു, കണ്ടില്ല എന്ന് നടിക്കാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നീട് റോബർട്ട് ജോൺസൺ എന്ന ആ ഒരു മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടായിരിക്കില്ലായിരുന്നു. പക്ഷേ ടെസ്ല എന്ന മനുഷ്യൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് തന്നെ ആയിരുന്നില്ല. അദ്ദേഹം സ്നേഹിച്ചത് മറ്റു മനുഷ്യരെയായിരുന്നു, അവരുടെ സന്തോഷമായിരുന്നു. നിക്കോള ടെസ്ല ഇത്തരത്തിൽ പലതരത്തിലുള്ള പ്രവചനങ്ങൾ നടത്തിയതായി പല പുസ്തകങ്ങളിലും പറയുന്നുണ്ട്. ശാസ്ത്രീയമായി ഒരു മനുഷ്യനും ഇത്തരത്തിലുള്ള പ്രവചനങ്ങൾ നടത്താൻ സാധിക്കുകയില്ല എന്ന് ഇപ്പോഴത്തെ ശാസ്ത്ര തിയറികളിലൂടെ നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ കൂടി ടെസ്ലയെക്കുറിച്ച് പറയുമ്പോൾ ടെസ്ലയുടെ പ്രവചനങ്ങളെക്കുറിച്ച് കൂടി പറയേണ്ടി വരും. റോബർട്ട് ജോൺസന്റെ ജീവൻ രക്ഷപ്പെടുത്താൻ ഉണ്ടായ പ്രവചനം അതൊരു ട്രെയിൻ അപകടമായിരുന്നു. ടെസ്ല ആ ട്രെയിൻ അപകടം മുൻകൂട്ടി പ്രവചിച്ചു. അങ്ങനെ അദ്ദേഹം റോബർട്ട് ജോൺസനോട് ആ ട്രെയിനിൽ യാത്ര ചെയ്യരുതെന്ന് വിലക്കുകയുണ്ടായി. തുടക്കത്തിൽ റോബർട്ട് ജോൺസൺ അത് എതിർത്തുവെങ്കിലും ഒടുവിൽ ടെസ്ലയുടെ വാശിക്ക് മുമ്പിൽ അദ്ദേഹം കീഴടങ്ങുകയായിരുന്നു. അങ്ങനെ ആ യാത്ര അദ്ദേഹം ഉപേക്ഷിച്ചു. ആ ട്രെയിൻ അപകടത്തിന് ഇരയാവുക തന്നെ ചെയ്തു. അദ്ദേഹത്തിന്റെ എല്ലാ കണ്ടുപിടുത്തത്തിനും പിന്നിൽ പ്രവർത്തിച്ച ആ അദൃശ്യ ശക്തി തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രവചനങ്ങൾക്ക് അദ്ദേഹത്തെ സഹായിച്ചതെന്ന് ടെസ്ല തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്ത് മറ്റാർക്കും കാണാൻ സാധിക്കാത്ത ചില പ്രകാശകിരണങ്ങൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾക്കും മനസ്സിനും കാണാൻ സാധിക്കുന്നുണ്ട്. ആ പ്രകാശകിരണങ്ങൾ വരച്ചു കാണിക്കുന്ന ഡിസൈനുകൾ അദ്ദേഹം പേപ്പറിലേക്ക് പകർത്തുക മാത്രമാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പല തിയറികളും കാൽക്കുലേഷൻസും എല്ലാം ആ പ്രകാശം അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. അദ്ദേഹം അത് മറ്റുള്ളവർക്ക് വേണ്ടി പേപ്പറുകളിൽ പകർത്തുന്നു. ഇത്തരത്തിൽ അദ്ദേഹം നടത്തിയ മറ്റൊരു പ്രവചനമാണ് ടൈറ്റാനിക്കിന്റെ അപകടം. 1912 നടന്ന ആ ഒരു ടൈറ്റാനിക് ക്രാഷ് അദ്ദേഹം മുൻകൂട്ടി പ്രവചിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഉറ്റ സുഹൃത്തും ഇൻവെസ്റ്ററുമായ ജോൺ ജേക്കബ് ആസ്റ്റർ എന്ന വ്യക്തിയുടെ ജീവൻ രക്ഷപ്പെടുത്താനായിരുന്നു ആ പ്രവചനം. അന്ന് ആ കപ്പൽ യാത്ര ഉപേക്ഷിക്കണമെന്ന് ടെസ്ല ആസ്റ്ററിനോട് അപേക്ഷിക്കുകയുണ്ടായി. പക്ഷേ അത് കേൾക്കാൻ ആസ്റ്റർ കൂട്ടാക്കിയില്ല. അദ്ദേഹം ആ കപ്പലിൽ പുറപ്പെടുക തന്നെ ചെയ്തു. പിന്നീട് നടന്നത് ചരിത്രമാണ്. 1899 അദ്ദേഹം കൊളറാഡോ പ്രോജക്റ്റുമായി ബന്ധപ്പെടുന്നത്. ആ പ്രോജക്റ്റിലൂടെയാണ് അതിശക്തമായ ഒരു ആശയം അദ്ദേഹത്തിനുണ്ടാകുന്നത്. അത് നടപ്പിൽ വരുത്തുകയും ചെയ്തു. നമ്മുടെ അന്തരീക്ഷത്തിലെ ഒരു പാളിയായ അയോണോസ്ഫിയറിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക, അത് ആകാശത്തിലൂടെ
ഒരു വയറിന്റെ സഹായമില്ലാതെ ലോകത്തിന്റെ എല്ലാ കോണിലും സൗജന്യമായി ആളുകൾക്ക് വൈദ്യുതി എത്തിക്കുക. അമേരിക്കയിലെ കൊളറാഡോയിൽ ഒറ്റപ്പെട്ടു കിടക്കുന്ന ഒരു സ്ഥലം. ആ പ്രദേശത്തുള്ള ലോക്കൽ എഞ്ചിനീയേഴ്സാണ് ടെസ്ലയെ ഇക്കാര്യം അറിയിച്ചത്. കാരണം മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും വളരെ വിചിത്രമായി ഇവിടെ വളരെയധികം ഇടിമിന്നലുകൾ ഉണ്ടാകാറുണ്ട്. അവർ ടെസ്ലയെ കാണാനുണ്ടായ സാഹചര്യം ഇങ്ങനെയാണ്: അവിടെ നിന്ന് നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. അതിശക്തമായ ഇടിമിന്നലിൽ നിന്നും വൈദ്യുതിയെ നമുക്ക് ശേഖരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, അതിനെ പിന്നീട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ലോകം മുഴുവൻ ആ വൈദ്യുതി നമുക്ക് എത്തിക്കാൻ സാധിക്കും, കുറഞ്ഞ ചെലവിൽ തന്നെ. പക്ഷേ ഇത്തരത്തിലൊരു പദ്ധതി നടപ്പിലാകണമെങ്കിൽ അത് നിക്കോള ടെസ്ല എന്ന ഒരു ശാസ്ത്രജ്ഞൻ തന്നെ ആയിരിക്കണം അതിന്റെ പിന്നിൽ. ഇടിമിന്നലിൽ നിന്നും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന വൈദ്യുതി, ഇത്രയും മനോഹരമായ ത്രസിപ്പിക്കുന്ന ഒരു ആശയം ഒരിക്കലും ടെസ്ല വിട്ടുകളയുകയില്ല. അദ്ദേഹം അത് 2 കൈ നീട്ടി സ്വീകരിക്കുക തന്നെ ചെയ്തു. കൊളറാഡോയിലെ ആ ഒറ്റപ്പെട്ട സ്ഥലം അദ്ദേഹം സന്ദർശിക്കുക തന്നെ ചെയ്തു. അവിടെ അതിന്റെ ഒത്ത നടുക്ക് ഒരു ലബോറട്ടറി തുടങ്ങാനും അദ്ദേഹം തീരുമാനിച്ചു. ആ ലബോറട്ടറിയുടെ ഒറ്റ നടുക്ക് ഒരു പടുകൂറ്റൻ ട്രാൻസ്ഫോമറാണ് ടെസ്ല ഉണ്ടാക്കിയത്. ആ ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി വൈൻഡിങ്ങിന്റെ ഒരറ്റം ഗ്രൗണ്ടിലാണ് കണക്ട് ചെയ്തത്. മറ്റേ അറ്റം നേരെ മുകളിലേക്ക് തന്നെ ഉയർത്തി. അതുകൊണ്ട് തന്നെ മുകളിലുണ്ടാകുന്ന ഇടിമിന്നലിനെ അതിനെ ആകർഷിക്കാൻ സാധിക്കും. ഈ ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം ഇടിമിന്നലിൽ നിന്നുണ്ടാകുന്ന വൈദ്യുതിയെ ശേഖരിക്കുക. ലക്ഷക്കണക്കിന് വോൾട്ട് വൈദ്യുതി ഉണ്ടാകും. അവയുടെ ഫ്രീക്വൻസി ഏകദേശം 1500 ഹെർട്സ് ആയിരിക്കും. അത് ലോകത്തെ ഞെട്ടിക്കുന്ന ഒരു കണ്ടെത്തലാകും. 1899 ഈ പദ്ധതി നടപ്പിലാകുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ മാത്രമല്ല, ഈ 2020 അത് ആരെയും ത്രസിപ്പിക്കുന്ന ഒരു കണ്ടെത്തൽ തന്നെയാകും. പക്ഷേ ടെസ്ലയ്ക്ക് അത് അവിടെ കൊണ്ടൊന്നും ഒതുക്കാൻ തോന്നിയില്ല. അതിനേക്കാൾ ഉപരി വൈദ്യുതിയെ ആകാശത്തിലൂടെ കടത്തിവിടുക, വയറിന്റെ സഹായമില്ലാതെ തന്നെ ആളുകളിൽ വൈദ്യുതി എത്തിക്കുക, ഇടിമിന്നൽ സൃഷ്ടിക്കുന്ന വൈദ്യുതിയെ 3 ഇരട്ടിയാക്കി അന്തരീക്ഷത്തിലേക്ക് തന്നെ വിക്ഷേപിക്കുക, ആ അന്തരീക്ഷത്തിലുള്ള വൈദ്യുതി ഉപയോഗിച്ച് ഗ്രൗണ്ടിൽ കണക്ട് ചെയ്തിരിക്കുന്ന ബൾബുകളെ കത്തിക്കുക. അതിനുവേണ്ട എല്ലാ സജ്ജീകരണങ്ങളും അദ്ദേഹം ഒരുക്കി. ഗ്രൗണ്ടിൽ 200 ബൾബുകൾ അദ്ദേഹം ഒരു വയറിന്റെ സഹായമില്ലാതെ വെറുതെ വെക്കുകയാണുണ്ടായത്. എല്ലാം പ്രാവർത്തികമാക്കി. പിന്നീട് കാത്തിരിപ്പിന്റെ നിമിഷങ്ങളായിരുന്നു. ഒരു ഇടിമിന്നലിനു വേണ്ടിയുള്ള കാത്തിരിപ്പ്. ഒടുവിൽ ഇടിമിന്നലുണ്ടായി. ലാബ് പതിയെ പ്രവർത്തിക്കാൻ തുടങ്ങി. ലാബിനുള്ളിൽ കണക്ട് ചെയ്തിരുന്ന ബൾബുകൾ കത്താൻ തുടങ്ങി. ട്രാൻസ്ഫോമർ ഇടിമിന്നലിൽ നിന്ന് കിട്ടിയ വൈദ്യുതിയെ 3 മടങ്ങാക്കി അന്തരീക്ഷത്തിലേക്ക് തന്നെ ട്രാൻസ്മിറ്റ് ചെയ്തു. ആദ്യമായി മനുഷ്യൻ സൃഷ്ടിച്ച ഇടിമിന്നൽ അവിടെ ഉണ്ടാവുകയായിരുന്നു. അതിനു മുമ്പും അതിനുശേഷവും ഇന്നേ വരെ ആർക്കും ഒരു ആർട്ടിഫിഷ്യൽ ലൈറ്റ്നിങ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹം അന്ന് സൃഷ്ടിച്ച ആ ഇടിമിന്നൽ ഭൂമിയുടെ പ്രതലത്തിന് തൊട്ട് മുകൾ മുതൽ 40 മീറ്റർ ഉയരത്തിൽ വരെ എത്തുകയുണ്ടായി. ആ സ്ഥലം മുഴുവൻ വൈദ്യുതിയുടെ പ്രഹരം കൊണ്ട് വലയുകയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ആളുകൾ എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ ഇറങ്ങി ഓടി. ചരിത്രം സംഭവിച്ചിരിക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായി വയറിന്റെ സഹായമില്ലാതെ വൈദ്യുതി വിളക്കുകൾ കത്തിയിരിക്കുന്നു. നിലത്ത്, വെറും നിലത്ത് ബൾബുകൾ കുത്തിവെച്ചിരിക്കുകയായിരുന്നു. ആ ബൾബുകൾ എല്ലാം തന്നെയും പ്രകാശിക്കാൻ തുടങ്ങി. നിക്കോള ടെസ്ല സന്തോഷം കൊണ്ട് മതിമറന്ന് തുള്ളിച്ചാടാൻ തുടങ്ങി. അത്രയും ശക്തമായ വൈദ്യുതിയെ അവിടുത്തെ ജനറേറ്റർ സ്റ്റേഷന് താങ്ങാൻ സാധിച്ചിരുന്നില്ല. അത് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പൊട്ടിത്തകർന്നു. അത് ടെസ്ലയുടെ കണക്കുകൂട്ടലുകൾക്കപ്പുറമായിരുന്നു. ഈ ഊർജത്തെ അദ്ദേഹം ഹൈ ഫ്രീക്വൻസി സ്റ്റാൻഡിംഗ് വേവ് എനർജി എന്നാണ് വിശേഷിപ്പിച്ചത്. അതിനുശേഷം ഇതിനെക്കുറിച്ച് അദ്ദേഹം വ്യക്തമായ ഒരു ആർട്ടിക്കിൾ എഴുതുകയുണ്ടായി. ഈ ഊർജം ഉപയോഗിച്ച് നമുക്ക് ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിക്കാൻ സാധിക്കും. ആ വാഹനങ്ങൾക്ക് ഒരിക്കൽ പോലും പമ്പിൽ കയറേണ്ട ആവശ്യമില്ല. ആ വാഹനത്തിന് ആവശ്യമായ വൈദ്യുതിയെ അത് അന്തരീക്ഷത്തിൽ നിന്ന് തന്നെ എടുക്കുന്നതാണ്. കൂടാതെ ലോകം മുഴുവൻ കുറഞ്ഞ ചെലവിൽ വൈദ്യുതിവൽക്കരിക്കാൻ ഈ വൈദ്യുതി മതിയാകും. കൂടാതെ ലോകത്തിലുള്ള ഏതൊരു വ്യക്തിക്കും പാചകം ചെയ്യാനും ഈ വൈദ്യുതി മതിയാകും. അതോടുകൂടി നമുക്ക് പെട്രോളിയത്തിന്റെ ആവശ്യം ഇല്ലാതെയാകും. ഊർജം ആവശ്യമുള്ള എല്ലാ സാഹചര്യത്തിലും ഈ ഊർജം നമുക്ക് ഒരു വയറിന്റെ പോലും സഹായമില്ലാതെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. നിക്കോള ടെസ്ല രചിച്ച ഈ ആർട്ടിക്കിൾ പ്രശസ്ത ഇൻഡസ്ട്രിയലിസ്റ്റായ ജോൺ പിർപോണ്ട് മോർഗൻ കാണുകയുണ്ടായി. ഇതിൽ ആകർഷ്ടനായ മോർഗൻ ടെസ്ലയെ അദ്ദേഹത്തിന്റെ ലാബിൽ നേരിട്ട് വന്ന് കാണുകയായിരുന്നു. ടെസ്ല അദ്ദേഹത്തിന്റെ ആശയം മോർഗന് ഭംഗിയായി തന്നെ വിവരിച്ചു കൊടുത്തു.
ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന വിപ്ലവത്തിന് ഇത് വലിയൊരു തിരി തെളിക്കുമെന്ന് അദ്ദേഹം ശക്തമായി തന്നെ വിശ്വസിച്ചിരുന്നു. പക്ഷേ മോർഗന്റെ ലക്ഷ്യം ഇതൊന്നും ആയിരുന്നില്ല. അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഒരു റേഡിയോ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആയിരുന്നു. ലോകത്തിൽ മുഴുവൻ പ്രചാരത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു റേഡിയോ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. അത്തരത്തിലുള്ള ഒരു സിസ്റ്റം നിർമ്മിക്കാനായി $1.5 കോടി നിക്ഷേപിക്കാമെന്ന് മോർഗൻ വാഗ്ദാനം ചെയ്തു. പക്ഷേ ടെസ്ലയ്ക്ക് റേഡിയോയിൽ താല്പര്യമില്ലായിരുന്നു. അദ്ദേഹം നേരത്തെ തന്നെ ഒരു റേഡിയോ സിസ്റ്റം ഉണ്ടാക്കിയതാണ്. മാർക്കോണി റേഡിയോ ഉണ്ടാക്കുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് ഫലപ്രദമായ ഒരു റേഡിയോ സിസ്റ്റം അദ്ദേഹം ഉണ്ടാക്കിയിരുന്നു. നിക്കോള ടെസ്ലയെ സംബന്ധിച്ചിടത്തോളം റേഡിയോ എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു കണ്ടുപിടുത്തമാണ്. അദ്ദേഹം അത് വളരെ സീരിയസ് ആയി ഒന്നും എടുത്തിരുന്നില്ല. പക്ഷെ റേഡിയോ എന്ന കണ്ടെത്തലിന് പിന്നീട് മാർക്കോണിക്ക് നോബൽ സമ്മാനം വരെ ലഭിക്കുകയുണ്ടായി. ശരിക്കും അതിന് അർഹനായ വ്യക്തി ടെസ്ലയല്ലായിരുന്നു. വയർലെസ് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാനായി ജോൺ പിർപോൺ മോർഗനെ പോലെ ധനികനായ ഒരു ഇൻഡസ്ട്രിയലിസ്റ്റിന്റെ സേവനം അത്യാവശ്യമായിരുന്നു. ഇതിന്റെ പ്രാധാന്യം മോർഗന് മനസ്സിലാക്കി കൊടുക്കാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു. അതിനുവേണ്ടി ഏക്കർ കണക്കിന് സ്ഥലം അദ്ദേഹം വാങ്ങി. അതിന്റെ ഒത്ത നടുക്ക് ഒരു വയർലെസ് ട്രാൻസ്മിഷൻ പവർ സ്റ്റേഷൻ അദ്ദേഹം സ്ഥാപിക്കുകയുണ്ടായി. ആ പവർ സ്റ്റേഷന്റെ ഉയരം 57 മീറ്റർ ആയിരുന്നു. അന്തരീക്ഷത്തിന്റെ ഒരു ഭാഗമായ ഒരു ലെയറായ അയോണോസ്ഫിയറിൽ നിന്നാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അത്തരത്തിൽ അവിടെ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ടവർ അവിടെ സ്ഥാപിച്ചത്. ഈ ടവർ ഉപയോഗിച്ച് ലോകം മുഴുവനും അയണോസ്ഫിയറിന്റെ സഹായത്താൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് എത്തിക്കാൻ നമുക്ക് സാധിക്കുമായിരുന്നു. ടവറിന്റെ പണി വളരെ വേഗത്തിൽ തന്നെ കഴിയുകയുണ്ടായി. പവർ സ്റ്റേഷൻ സ്ഥാപിച്ചതിനു ശേഷം മോർഗനെ അദ്ദേഹം അവിടേക്ക് ക്ഷണിച്ചു. മോർഗന്റെ മുമ്പിൽ വെച്ച് അത് പ്രവർത്തിച്ച് കാണിച്ചു കൊടുത്തു. പക്ഷേ മോർഗനെ അതൊന്നും സ്വാധീനിച്ചില്ല. അദ്ദേഹത്തിന് ആവശ്യം ശക്തമായ ഒരു റേഡിയോ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം തന്നെയായിരുന്നു. പണവും സമയവും അതിനുവേണ്ടി മാത്രം ഉപയോഗിക്കാൻ മോർഗൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. പക്ഷേ ടെസ്ല അതിന് വഴങ്ങിയില്ല. അദ്ദേഹത്തിന് വേണ്ടത് വയർലെസ് ഇലക്ട്രിസിറ്റി തന്നെയായിരുന്നു. ഭാവിയിൽ മനുഷ്യന് ഏറ്റവും ആവശ്യമായി വരുന്നത് റേഡിയോ അല്ല, മറിച്ച് ഇതാണെന്ന് അദ്ദേഹത്തിന് 100% ഉറപ്പായിരുന്നു. പക്ഷേ മോർഗൻ അത് ചെവിക്കൊണ്ടില്ല. അദ്ദേഹത്തിന് വേണ്ടത് റേഡിയോ തന്നെയായിരുന്നു. അത് നടക്കാത്തതിനാൽ അദ്ദേഹം ഇൻവെസ്റ്റ്മെന്റുകൾ പൂർണ്ണമായും പിൻവലിച്ചു. അതൊന്നും നടപ്പായിരുന്നുവെങ്കിൽ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും തുച്ഛമായ വിലയ്ക്ക് വൈദ്യുതി ലഭിച്ചിരുന്നേനെ. പിന്നീട് സ്ഥാപിക്കപ്പെട്ട ഒരു ഡാമുകളും ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റുകളും നമുക്ക് ആവശ്യമില്ലായിരുന്നു. പെട്രോളിയം നമുക്ക് ആവശ്യമായി വരികയില്ലായിരുന്നു. നമ്മുടെ വാഹനങ്ങൾ എല്ലാം തന്നെയും വൈദ്യുതിയുടെ സഹായത്താൽ ഒരു വയറിന്റെ പോലും ആവശ്യമില്ലാതെ പ്രവർത്തിച്ചേനെ. നമ്മൾ ഇന്ന് കാണുന്ന ലോകമായിരിക്കുകയില്ലായിരുന്നു 2020 ഉണ്ടാകാൻ പോവുക. ശരിക്കും നമ്മൾ 1000 വർഷം പിന്നോട്ട് സഞ്ചരിക്കുകയാണ് ഉണ്ടായത്. അന്ന് ആ കണ്ടുപിടുത്തം നടന്നിരുന്നുവെങ്കിൽ 1000 വർഷം മുൻപുള്ള കണ്ടുപിടുത്തങ്ങൾ ഇപ്പോൾ ഈ ഭൂമിയിൽ നമുക്ക് കാണാൻ സാധിച്ചേനെ. 1917 നമുക്ക് സൗജന്യമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമെന്നാണ് ആ കാലത്ത് ടെസ്ല വിശ്വസിച്ചിരുന്നത്. പക്ഷെ അത് നടപ്പായില്ല. ആ കാലഘട്ടമാണ് 1-ാം ലോക മഹായുദ്ധം അരങ്ങേറിയത്. 1917 1-ാം ലോക മഹായുദ്ധം നടക്കുന്ന കാലഘട്ടത്തിൽ US ഗവൺമെന്റ് ടെസ്ല നിർമ്മിച്ച ആ ടവർ നശിപ്പിച്ചു കളഞ്ഞു. അതിനവർ പറഞ്ഞ കാരണം ആ ടവർ ഉപയോഗിച്ച് ജർമ്മനി റേഡിയോ കമ്മ്യൂണിക്കേഷൻ നടത്തുമെന്നാണ്. പക്ഷേ ആ ടവർ നശിപ്പിക്കുന്നതിന് മുമ്പ് ടെസ്ല ഫലപ്രദമായി ആ ടവർ ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ആ ടവർ കൊണ്ട് ഉൽപ്പാദിപ്പിച്ച വൈദ്യുതിയെ സൈബീരിയയിലെ ടങ്കുസ്ക എന്ന പ്രദേശത്തായിരുന്നു അദ്ദേഹം ട്രാൻസ്മിറ്റ് ചെയ്തത്. അത് ആളുകൾ ഒഴിഞ്ഞ ഒരു വനമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി ആ ഒരു കാർഡ് തന്നെ അദ്ദേഹം ഉപയോഗിക്കാനുണ്ടായ സാഹചര്യം. ആ പരീക്ഷണം വളരെ വിജയമായിരുന്നു. ആ ഒരു പരീക്ഷണത്തിലൂടെ ആ കാട്ടിലുണ്ടായിരുന്ന 8 ലക്ഷത്തോളം മരങ്ങൾ ഒറ്റയടിക്ക് നിലംപൊത്തി. അത് വലിയൊരു അത്ഭുതമായിരുന്നു. ചില ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിരുന്നത് ആ പ്രദേശത്ത് ഒരു ഉൽക്കാപതനം നടന്നിരിക്കുന്നു എന്നാണ്. ആ ഉൽക്കാപതനം കാരണമാണ് അവിടെയുള്ള മരങ്ങൾ എല്ലാം തന്നെയും കടപുഴകിയത്. പക്ഷേ ആ ഉൽക്കയുടെ ഒരവശിഷ്ടം പോലും അവിടെ നിന്ന് ലഭിക്കുകയുണ്ടായില്ല. കൂടാതെ ഒരു ഉൽക്കാപതനം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഗർത്തം ഉണ്ടാകുന്നതാണ്. അത്തരത്തിലുള്ള ഒരു ഗർത്തവും അവിടെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. പക്ഷേ ഇത് ടെസ്ല നടത്തിയ ഒരു പരീക്ഷണം കാരണം ഉണ്ടായ വിപത്താണെന്ന് US ഗവൺമെന്റ് വെളിയിൽ അറിയിച്ചിരുന്നില്ല ആ കാലഘട്ടത്തിൽ. അന്ന് ആ പരീക്ഷണം ഉണ്ടായ സമയത്ത് ഭൂമിയുടെ പകുതി പ്രദേശങ്ങളിൽ അതിന്റെ പ്രകാശം ആകാശത്ത് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ആദ്യമായി മനുഷ്യൻ നിർമ്മിച്ച അറോറ എന്ന പ്രതിഭാസം. ഒരു യുദ്ധവിരുദ്ധനായിരുന്നു നിക്കോള ടെസ്ല.
ആളുകളെ കൊല്ലുന്നതിലും ആളുകൾ മരിക്കുന്നതിലും അദ്ദേഹം സന്തോഷം കണ്ടെത്തിയിരുന്നില്ല. യുദ്ധമൊന്നുമില്ലാതെ തന്നെ എല്ലാ രാജ്യങ്ങളും ഒരൊറ്റ രാജ്യമായി സന്തോഷത്തോടെ കഴിയണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. അതിനുവേണ്ടി അദ്ദേഹം പല കണ്ടെത്തലുകൾ നടത്തുകയും ചെയ്തു. അത്തരത്തിലുള്ള ഒരു കണ്ടെത്തലാണ് ദ ഇൻവിസിബിൾ വാൾ, കാണാൻ സാധിക്കാത്ത ഭിത്തി. ഇത് എല്ലാ രാജ്യങ്ങളുടെയും അതിർത്തികളിൽ സ്ഥാപിക്കാൻ സാധിക്കുന്ന അദൃശ്യമായ മതിലാണ്. അദ്ദേഹം അതിനെ വിശേഷിപ്പിച്ചത് സമാധാനത്തിന്റെ പ്രകാശരശ്മി എന്നാണ്. എല്ലാ രാജ്യങ്ങളും സമാധാനത്തോടെ കഴിയണമെന്ന് ആഗ്രഹിച്ച ആ മനുഷ്യസ്നേഹിയെ US ഗവൺമെന്റ് വെറുതെ വിട്ടില്ല. ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്ന കാലഘട്ടത്തിൽ ലോകത്തിൽ യുദ്ധമില്ലാതാക്കാനുള്ള ഒരു ഫോർമുലയും ടെസ്ലയുടെ പക്കലുണ്ടായിരുന്നു. അതാണ് ഇൻവിസിബിൾ വാൾ, അദൃശ്യമായ മതിൽ. എല്ലാ രാജ്യങ്ങളുടെയും അതിർത്തിയിൽ ഇത്തരത്തിലുള്ള മതിലുകൾ സ്ഥാപിക്കാൻ സാധിക്കും. അങ്ങനെ സ്ഥാപിക്കുകയാണെങ്കിൽ പിന്നെ ആ പ്രദേശത്തേക്ക് ഒരു തരത്തിലുള്ള മിസൈലുകളോ യുദ്ധവിമാനങ്ങൾക്കോ സഞ്ചരിക്കാൻ സാധിക്കുകയില്ല. ആ അദൃശ്യമായ മതിലിനെ അദ്ദേഹം വിശേഷിപ്പിച്ചത് റേസ് ഓഫ് പീസ് എന്നാണ്, സമാധാനത്തിന്റെ പ്രകാശരശ്മികൾ. ഒന്നാം ലോക മഹായുദ്ധം നടന്ന കാലഘട്ടത്തിലും അതിനുശേഷം 40കളിൽ രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന കാലത്തും ഇത് വളരെ അത്യാവശ്യമായ ഒരു കണ്ടെത്തൽ തന്നെയായിരുന്നു. ഏതെങ്കിലും ഒരു യുദ്ധവിമാനം അല്ലെങ്കിൽ ഒരു മിസൈൽ ആ ഒരു പ്രദേശത്തേക്ക് കടക്കുകയാണെങ്കിൽ ഈ അദൃശ്യമായ മതിൽ അതിനെ നശിപ്പിച്ചു കളയും. തീർച്ചയായും അവിടെയും ഉപയോഗിക്കുന്നത് വൈദ്യുതി തന്നെയാണ്. ഈ കണ്ടെത്തൽ അദ്ദേഹം US ഗവൺമെന്റുമായി ചർച്ച ചെയ്യുകയുണ്ടായി. പക്ഷേ പിന്നീടാണ് അദ്ദേഹം മനസ്സിലാക്കിയത് US ഗവൺമെന്റ് ഇത് തെറ്റായ രീതിയിൽ ഉപയോഗിക്കാൻ പോവുകയാണെന്ന്. യുദ്ധമുണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ഈ കണ്ടെത്തൽ ഉപയോഗിച്ച് മറ്റു വിമാനങ്ങളെ അവരുടെ രാജ്യത്ത് പോയി ഇതേ ടെക്നോളജി ഉപയോഗിച്ച് നശിപ്പിക്കാനാണ് US പദ്ധതിയിടുന്നതെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ആ പദ്ധതി അദ്ദേഹം തന്നെ നശിപ്പിക്കുകയായിരുന്നു. പിന്നീട് അത് പ്രവർത്തനക്ഷമമല്ല എന്ന് US ഗവൺമെന്റിനോട് അദ്ദേഹം പറയുകയുണ്ടായി. സത്യത്തിൽ അത് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അതിനെ അങ്ങനെ പ്രവർത്തനക്ഷമം അല്ലാതെ ആക്കിയത് ടെസ്ല തന്നെയായിരുന്നു. അത് ടെസ്ലയുടെ നന്മയായിരുന്നു. 1898 നിക്കോള ടെസ്ലയെ ഒരു മന്ത്രവാദിയായി ആളുകൾ ചിത്രീകരിക്കാൻ തുടങ്ങുന്നത്. അതിന് കാരണമായത് ന്യൂയോർക്കിൽ നടന്ന ഇലക്ട്രിക്കൽ എക്സിബിഷൻ ആയിരുന്നു. അവിടെ ശരിക്കും ഒരു മായാജാലം തന്നെയാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. അന്നേ വരെ ലോകത്തിൽ ആരും കണ്ടിട്ടില്ലാത്ത ഒരു അത്ഭുതം അദ്ദേഹം അവിടെ കാഴ്ചവെക്കുകയായിരുന്നു. അദ്ദേഹം ഒരു റിമോട്ട് കൺട്രോളർ ഉപയോഗിച്ച് അകലെയുള്ള ഒരു ഷിപ്പിനെ കൺട്രോൾ ചെയ്തു. അത് അല്പം വലിപ്പം കുറഞ്ഞ ഷിപ്പ് തന്നെ ആയിരുന്നു. പക്ഷേ അദ്ദേഹം വളരെ അകലെ നിന്ന് അതിനെ കൺട്രോൾ ചെയ്തു. കുറെ ആളുകൾ പറഞ്ഞു അതൊരു മാജിക് മാത്രമാണെന്ന്. മറ്റു ചിലർ പറഞ്ഞു അത് കൂടോത്രമാണ്, അത് ദുർമന്ത്രവാദമുണ്ട്, അയാൾ ഒരു മന്ത്രവാദിയാണെന്ന് വരെ പറഞ്ഞവരുണ്ട്. മറ്റു ചിലർ പറഞ്ഞത് കുറച്ചുകൂടെ വിചിത്രമായ ഒരു കാര്യമാണ്. അവർ പറയുന്നത് ആ ബോട്ടിന്റെ ഉള്ളിൽ ഒരു കുരങ്ങനുണ്ടെന്നാണ്. ആ കുരങ്ങനാണ് ആ ബോട്ടിനെ കൺട്രോൾ ചെയ്യുന്നതെന്ന്. പക്ഷേ ഇന്ന് 2020 നിൽക്കുന്ന നമുക്കറിയാം അത് എന്താണ് സംഭവമെന്ന്. അത് റിമോട്ട് കൺട്രോൾ ആണ്. ആ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് അതിൽ നിന്ന് വെളിയിലേക്ക് വരുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഉപയോഗിച്ച് നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പക്ഷേ ആ കാലഘട്ടത്തിൽ തന്നെ ചില ശാസ്ത്രജ്ഞന്മാർക്ക് വ്യക്തമായി അറിയാമായിരുന്നു ഇത് മായാജാലമോ മന്ത്രവാദമോ ഒന്നുമല്ല, ഇത് സയൻസ് ആണെന്ന്, ഇത് എഞ്ചിനീയറിംഗിന്റെ സൗന്ദര്യമാണെന്ന്. ഈ സത്യം മനസ്സിലാക്കിയവർ അത് US ഗവൺമെന്റിനോട് വെളിപ്പെടുത്തി. അത് നമുക്ക് യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് അവർ പറഞ്ഞു. ഇത്തരത്തിൽ ചെറിയ ബോട്ടിന് പകരം വലിയ വാർഷിപ്പുകളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുമെന്ന് അവർ മിലിറ്ററിയോട് പറഞ്ഞു. അങ്ങനെയാണ് മിലിറ്ററി ടെസ്ലയുമായി നേരിട്ട് ചർച്ചയിൽ ഏർപ്പെടുന്നത്. അവർക്ക് ആവശ്യം ഇത്തരത്തിലുള്ള ഒരു വലിയ വാർഷിപ്പിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കണമെന്നാണ്. US മിലിറ്ററിയുടെ സഹായത്താൽ അദ്ദേഹം അത്തരത്തിലുള്ള ഒരു വാർഷിപ്പ് നിർമ്മിക്കുക തന്നെ ചെയ്തു. പക്ഷേ US മിലിറ്ററി ഇത് വെളിപ്പെടുത്താൻ തയ്യാറായിട്ടില്ല. അമേരിക്കയുടെ വാർഷിപ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ള യുദ്ധങ്ങളുടെ വിജയത്തിനു പിന്നിലുള്ള പ്രധാന കാരണക്കാരൻ നിക്കോള ടെസ്ലയാണ്. ഈ വാർഷിപ്പുകളെ 25 നോട്ടിക്കൽ മൈൽ അകലെ നിന്ന് വരെ നമുക്ക് റിമോട്ടിന്റെ സഹായത്താൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കുമായിരുന്നു. US മിലിറ്ററിയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അദ്ദേഹം റഡാർ കണ്ടെത്തിയത്. റഡാറിന്റെ സഹായത്താൽ മുങ്ങിക്കപ്പലുകൾക്ക് അകലെയുള്ള ശത്രുവിന്റെ കപ്പലിനെ തിരിച്ചറിയാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ശരിക്കും ടെസ്ലയുടെ കണ്ടെത്തൽ അതിനുവേണ്ടി ആയിരുന്നില്ല. അദ്ദേഹം റഡാർ കണ്ടെത്തിയത് ഭൂമിക്കടിയിലുള്ള മിനറൽസിനെ കണ്ടെത്താൻ വേണ്ടിയായിരുന്നു. പക്ഷേ US ഗവൺമെന്റ് അതിനെ വളച്ച് റഡാറിലേക്ക് എത്തിക്കുകയായിരുന്നു. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് അത് ചെയ്യേണ്ടി വന്നു. ഈ കാലഘട്ടത്തിലും ആളുകളെ ഞെട്ടിക്കുന്ന ഒരു കണ്ടെത്തലായിരുന്നു റെയിൻബോ പ്രോജക്റ്റ്.
ആ പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ മനോഹരമായ ഒരു പ്രോജക്റ്റ് തന്നെയാണ്. ഇതുപയോഗിച്ച് വസ്തുക്കളെ നമുക്ക് അപ്രത്യക്ഷമാക്കാൻ സാധിക്കുമായിരുന്നു. ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് ആയിരുന്നു. ആ ഫീൽഡിന്റെ സഹായത്താൽ നമുക്ക് വസ്തുക്കളെ അപ്രത്യക്ഷമാക്കാൻ സാധിക്കും. അത് എത്ര വലിപ്പമേറിയ വസ്തുവാണെങ്കിലും നമുക്ക് അതിനെ ഒളിപ്പിക്കാൻ സാധിക്കും, വളരെ നിസ്സാരമായി. ഇതും US ആർമിക്ക് വേണ്ടിയായിരുന്നു അദ്ദേഹം ഇത് ചെയ്തത്. പക്ഷേ US ആർമി ഇതുവരെ അത് അംഗീകരിച്ചിട്ടില്ല. റെയിൻബോ പ്രോജക്റ്റിനു വേണ്ടിയുള്ള സാങ്കേതിക വിദ്യ ഫലപ്രദമായി നിർമ്മിക്കുകയും അത് US മിലിറ്ററിക്ക് കൈമാറുകയും ചെയ്തതായി ടെസ്ല തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടായിരിക്കാം US ഗവൺമെന്റ് അത് അംഗീകരിക്കാത്തത്? ഒരുപക്ഷെ അത് അവരുടെ കയ്യിലുള്ള ഒരു രഹസ്യ ആയുധമാകാം. വെളിപ്പെടുത്തിയിട്ടില്ല. വെളിപ്പെടുത്തിയാൽ മറ്റു രാജ്യങ്ങളും ഒരുപക്ഷെ ഈ കണ്ടെത്തലുകൾ സ്വന്തമാക്കും. 1931 നിക്കോള ടെസ്ല ആദ്യമായി ഇലക്ട്രിക് വാഹനം നിർമ്മിക്കുന്നത്. അദ്ദേഹത്തിന്റെ എല്ലാ കണ്ടുപിടുത്തങ്ങൾ പോലെ ഇതും ഒരു അത്ഭുതം തന്നെയായിരുന്നു. ആ കാലഘട്ടത്തിലല്ല, ഈ കാലഘട്ടത്തിൽ തന്നെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന വാഹനം തന്നെയായിരുന്നു ആ ഇലക്ട്രിക് വാഹനം. ടെസ്ലയുടെ പേരിൽ തന്നെ ഇക്കാലത്ത് അറിയപ്പെടുന്ന ഏറ്റവും മികച്ച ഇലക്ട്രിക് വാഹനത്തെക്കാൾ മികച്ചതായിരുന്നു അക്കാലത്ത് അദ്ദേഹം നിർമ്മിച്ച ഇലക്ട്രിക് വാഹനം. അതിനുവേണ്ടി അദ്ദേഹം ഉപയോഗിച്ചത് ഒരു സാധാരണ കാറായിരുന്നു. ആ കാറിലുണ്ടായിരുന്ന ഗ്യാസോളിൻ എഞ്ചിൻ അദ്ദേഹം എടുത്തു മാറ്റി. പകരം 80 ഹോഴ്സ് പവർ ഉള്ള ഒരു AC മോട്ടോർ അവിടെ കണക്ട് ചെയ്തു. അതാളുകൾ അത്ഭുതത്തോടു കൂടിയാണ് കണ്ടത്. ഇന്ധനം ആവശ്യമില്ലാതെ ഒരു വാഹനം ഓടുന്നു. അദ്ദേഹം ഒരാഴ്ചയോളം ആ വാഹനം ഇന്ധനം ആവശ്യമില്ലാതെ ഓടിക്കുകയുണ്ടായി. മണിക്കൂറിൽ 150 കിലോമീറ്റർ വേഗതയിൽ വരെ ആ വാഹനം സഞ്ചരിച്ചു. പക്ഷേ അതിൽ താല്പര്യം പ്രകടിപ്പിക്കാനോ അതിൽ പണം ഇൻവെസ്റ്റ് ചെയ്യാനോ ഒരു കമ്പനിയും തയ്യാറായിരുന്നില്ല. കാരണം ഇത്തരത്തിലുള്ള ഒരു വാഹനം വിപണിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അക്കാലത്ത് ശക്തമായി തുടങ്ങിയിരുന്ന പെട്രോളിയം ഇൻഡസ്ട്രി അപ്പാടെ തകർന്നടിയുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾ അതിൽ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് പെട്രോളിയം ഇൻഡസ്ട്രി തടയുകയായിരുന്നു. കുറെ അധികം നാളുകൾ നല്ലൊരു ഇൻവെസ്റ്ററിന് വേണ്ടി അദ്ദേഹം ആ കാറുമായി കാത്തിരുന്നു. പക്ഷേ ഒരാൾ പോലും വരികയുണ്ടായില്ല. ഈ കാലഘട്ടത്തിൽ മറ്റു ചില ആളുകൾ ചില കിംവദന്തികൾ പരത്തുകയുണ്ടായി. അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ ഉള്ളിൽ ഒരു ദുരാത്മാവ് ഒളിച്ചിരിപ്പുണ്ടെന്നാണ് ആളുകൾ പറഞ്ഞുണ്ടാക്കിയത്. അദ്ദേഹത്തിന് ചെകുത്താൻ സേവയുണ്ട്. ആ ചെകുത്താന്റെ സഹായത്താലാണ് അത്തരത്തിലൊരു വാഹനം അദ്ദേഹം ഓടിക്കുന്നതെന്നും പറഞ്ഞു പരത്തിയവരുണ്ട്. എല്ലാം കേട്ടുമടുത്തപ്പോൾ ഒടുവിൽ അദ്ദേഹം തന്നെ മനം മടുത്ത് ആ വാഹനം നശിപ്പിച്ചു കളയുകയായിരുന്നു. 1915 അദ്ദേഹത്തിന് ഫിസിക്സിനുള്ള നോബൽ സമ്മാനം ലഭിക്കുകയുണ്ടായി. പക്ഷെ അത് അദ്ദേഹം സ്വീകരിക്കുകയുണ്ടായില്ല. അതിന് കാരണം ഒരു പേരായിരുന്നു, തോമസ് ആൽവ എഡിസൺ. കാരണം ആ വർഷം അദ്ദേഹത്തിന് ഒറ്റയ്ക്കായിരുന്നില്ല, അദ്ദേഹം എഡിസണോടൊപ്പമായിരുന്നു ആ നോബൽ സമ്മാനത്തിന് അർഹനായത്. എഡിസണും തുല്യ പ്രാധാന്യമുണ്ടായിരുന്നു. അദ്ദേഹവും നോബൽ സമ്മാനത്തിന് അർഹൻ തന്നെയായിരുന്നു. പക്ഷേ ആ പേര് അത് മരണം വരെയും ടെസ്ലയെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ആ പേരിനൊപ്പം നോബൽ സമ്മാനം വാങ്ങാൻ അദ്ദേഹം കൂട്ടാക്കിയില്ല. പക്ഷേ ഏറ്റവും വിചിത്രമായ സംഭവം എഡിസന്റെ പേരിലുള്ള എഡിസൺ മെഡൽ അദ്ദേഹം വാങ്ങുകയുണ്ടായി എന്നതാണ്. അത് വാങ്ങി, പക്ഷെ അത് സൂക്ഷിച്ചു വെച്ചില്ല. ആ മെഡലിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന അമർഷങ്ങൾ മുഴുവൻ രേഖപ്പെടുത്തി. അതിനെ 2 കഷ്ണങ്ങളായി മുറിച്ചു മാറ്റി. അതിൻ്റെ ഓരോ ഭാഗം അദ്ദേഹത്തിനോടൊപ്പം വർക്ക് ചെയ്ത ഓരോ സെക്രട്ടറിമാർക്കും നൽകുകയായിരുന്നു. 1926 വിചിത്രമായ ഒരു സംഭവം ഉണ്ടായത്. കാരണം അദ്ദേഹം അന്യഗ്രഹ ജീവിയുമായി സംഭാഷണത്തിൽ ഏർപ്പെട്ടു. അതിനുള്ള പ്രധാന കാരണക്കാരൻ കേണൽ ആസ്റ്റൺ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരമാണ് റേഡിയോ കമ്മ്യൂണിക്കേഷനെ മറ്റൊരു തലത്തിലേക്ക് മാറ്റാൻ വേണ്ടി കുറച്ചുകൂടെ നൂതനമായ ഒരു ടെക്നോളജി വികസിപ്പിച്ചെടുക്കുക. അതിന്റെ പരീക്ഷണങ്ങൾക്കിടയിലാണ് ആ വിചിത്രമായ ശബ്ദങ്ങൾ അദ്ദേഹം കേൾക്കുന്നത്. അത് ഭൂമിയിൽ ഉണ്ടായതോ നിർമ്മിച്ചതോ ആയ ശബ്ദമായിരുന്നില്ല. തീർത്തും വ്യത്യസ്തമായിട്ടുള്ള സിഗ്നലായിരുന്നു. കുറച്ചു നേരം മാത്രമേ അദ്ദേഹത്തിന് അത് കേൾക്കാൻ സാധിച്ചിരുന്നുള്ളൂ. പക്ഷേ അദ്ദേഹം അത് വ്യക്തമായി തന്നെ കേട്ടു. ഇതിനെക്കുറിച്ച് H.G. വെൽസ് എഴുതിയ ഫസ്റ്റ് മാൻ ഓൺ ദ മൂൺ എന്ന പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. ഈ ഒരു സിഗ്നൽ കേട്ടതിന് ശേഷം ടെസ്ല പറഞ്ഞത് ഇങ്ങനെയാണ്: അവിടെ ആരോ ഉണ്ട്, നമ്മളെപ്പോലെ, നമ്മൾ അന്വേഷിക്കുന്നത് പോലെ ആരോ ഒരാൾ അവിടെയുണ്ട്. ഒരുപക്ഷെ അവരും നമ്മളെക്കുറിച്ച് അന്വേഷിക്കുകയായിരിക്കും. നമ്മളിലേക്ക് എത്താനുള്ള പരിശ്രമത്തിലായിരിക്കും അവർ. ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരുപാട് കണ്ടുപിടുത്തങ്ങളെക്കുറിച്ച് ടെസ്ല വിവരിക്കുകയുണ്ടായി. അതിൽ പലതും ഇപ്പോൾ വന്നു കഴിഞ്ഞു, പലതും ഇനി വരാൻ പോകുന്നവയാണ്.
പേഴ്സണൽ റേഡിയോയെക്കുറിച്ച് അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അതായത് ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ ശബ്ദം എവിടെ വേണമെങ്കിലും അയക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ എല്ലാ ആളുകൾക്കും ഇത്തരത്തിൽ പേഴ്സണൽ റേഡിയോസ് ഉണ്ടാകുമെന്ന് അദ്ദേഹം പ്രവചിച്ചിരുന്നു. ഇത് ഇക്കാലത്ത് നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകളല്ലേ. അതുകൂടാതെ ഒരു സ്യൂട്ട് കേസിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഇലക്ട്രോണിക് കാൽക്കുലേഷൻസുകൾ നടത്താൻ സാധിക്കുന്ന ഒരു സ്യൂട്ട് കേസ്. അത് നമ്മുടെ ലാപ്ടോപ്പാണോ? അതുകൂടാതെ ഇൻ്റർനെറ്റിനെ കുറിച്ച് അദ്ദേഹം പ്രവചിക്കുകയുണ്ടായി. പിന്നെ അദ്ദേഹത്തിൻ്റെ അഭിമാന കണ്ടെത്തലായ വയർലെസ് ഇലക്ട്രിക്കൽ ട്രാൻസ്മിഷൻ, അതും ഭാവിയിൽ ഉണ്ടാകുമെന്ന് അദ്ദേഹം പ്രവചിച്ചതാണ്. അത് പൂർണ്ണമായും ഇപ്പോൾ നിലവിൽ വന്നില്ലെങ്കിൽ പോലും അതുപയോഗിക്കുന്ന ചില സാങ്കേതിക വിദ്യകൾ ഇപ്പോൾ നിലവിലുണ്ട്. വയർലെസ് മൊബൈൽ ചാർജിങ്ങിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത ആളുകൾ ഈ കാലഘട്ടത്തിൽ കുറവായിരിക്കും. കൂടാതെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചും അദ്ദേഹം പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് ഭാവിയിൽ മനുഷ്യന് അപകടമായി മാറുമെന്നും അദ്ദേഹം പ്രവചിക്കുന്നു. ഭാവിയിൽ മനുഷ്യ മനസ്സുകളിൽ മാറ്റമുണ്ടാക്കാൻ ഇത്തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് സാധിക്കുമെന്ന് പറയുന്നുണ്ട്. മനുഷ്യൻ്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ ഇവയ്ക്ക് സാധിക്കും. നിലവിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട്, പക്ഷേ അതുപയോഗിച്ച് മനുഷ്യ മനസ്സുകളെ കൺട്രോൾ ചെയ്യാൻ അസാധ്യമാണ്. പക്ഷേ ഭാവിയിൽ അത് സാധിച്ചേക്കാം. ഇന്ന് ധാരാളമായി ഉപയോഗിക്കുന്ന മൊബൈൽ ജാമറുകളെക്കുറിച്ചും അദ്ദേഹം ആ കാലഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നു. കൂടാതെ സോളാർ പാനലുകളെക്കുറിച്ചും സോളാർ ബാറ്ററികളെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ കർഡാഷ്യേവ് ടൈപ്പ് 1 സിവിലൈസേഷനെ കുറിച്ചും അദ്ദേഹം വിവരിക്കുന്നുണ്ട്. ടൈപ്പ് 1 സിവിലൈസേഷൻ എന്നാൽ ഭാവിയിൽ മനുഷ്യനുണ്ടാക്കുന്ന പരിണാമമാണ്, മനുഷ്യനുണ്ടാക്കുന്ന സാങ്കേതികപരമായിട്ടുള്ള മാറ്റങ്ങളാണ്. നിലവിൽ നമ്മൾ കർഡാഷ്യേവിൻ്റെ ടൈപ്പ് 1 സിവിലൈസേഷനിൽ എത്തിയിട്ടില്ല. നമ്മുടെ സ്ഥാനം ഇപ്പോൾ ടൈപ്പ് 0.7 ആണ്. ഇനിയും വളരെയധികം മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മൾ ആ ഘട്ടത്തിൽ എത്തിച്ചേരുകയുള്ളൂ. മനുഷ്യൻ ടൈപ്പ് 1 സിവിലൈസേഷനിൽ എത്തിച്ചേരുമ്പോൾ നമുക്ക് അയണോസ്ഫിയറിൽ നിന്നും എനർജി യഥേഷ്ടം ഉപയോഗിക്കാൻ സാധിക്കുമെന്നാണ് ടെസ്ല പറയുന്നത്. നിക്കോള ടെസ്ല എന്ന വൈദ്യുതിയുടെ ഉടയതമ്പുരാന്റെ കഥയാണ് നമ്മളിപ്പോൾ കേട്ടത്. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യൻ, ഏറ്റവും മനുഷ്യസ്നേഹിയായ മനുഷ്യൻ. പക്ഷേ ഈ മനുഷ്യന് നമ്മൾ മനുഷ്യർ എന്താണ് തിരികെ നൽകിയത്? തോമസ് ആൽവ എഡിസണെയും ഐസക് ന്യൂട്ടനെയും ആൽബർട്ട് ഐൻസ്റ്റീനെയും എല്ലാവർക്കും അറിയാം. പക്ഷേ ടെസ്ലയെ അറിയുന്ന എത്ര പേരുണ്ട്? നമ്മളിൽ ഭൂരിഭാഗം ആളുകൾക്കും അറിയില്ല. പക്ഷെ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നതിലെല്ലാം ടെസ്ലയുണ്ട്. നിക്കോള ടെസ്ല എന്ന ആ ശാസ്ത്രജ്ഞനെ കുറഞ്ഞത് മലയാളികളിലെങ്കിലും എത്തിക്കുക, അതിനുവേണ്ടിയുള്ള ഒരു ചെറിയ ശ്രമം മാത്രമായിരുന്നു ഈ വെബ് സീരീസ്. നിങ്ങൾക്ക് ടെസ്ലയെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ, അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ സന്തോഷത്തോടു കൂടി ഉപയോഗിക്കുന്നുവെങ്കിൽ ദയവായി ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. നിക്കോള ടെസ്ല, നിങ്ങൾ മരണമടഞ്ഞു, പക്ഷേ നിങ്ങൾ ഇന്നും ജീവിക്കുകയാണ്. മനുഷ്യനുള്ളിടത്തോളം കാലം നിങ്ങളുടെ സാങ്കേതിക വിദ്യകൾ, നിങ്ങളുടെ എഞ്ചിനീയറിംഗ് പാഠവും ഇവിടെയെല്ലാം ഉണ്ടാകും. ഞങ്ങളെല്ലാം സന്തോഷത്തോടു കൂടി അത് ഉപയോഗിക്കുക തന്നെ ചെയ്യും. ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്ക് ഞങ്ങൾക്ക് ഇനിയുള്ള വീഡിയോകൾ ചെയ്യാനുള്ള പ്രചോദനമായിരിക്കും.